പുള്ളി എനിക്കൊരു സിഗരറ്റ് തന്നു. ഞാൻ പറഞ്ഞ വലിച്ചു. എന്റെ പൊന്നളിയാ, നിങ്ങളുടെ ടൈമാണ് എനിക്ക് വരാൻ പോകുന്നത് പറഞ്ഞിട്ട് ഭയങ്കര പോസിറ്റീവ് എനർജി. ഞാൻ ഹിറ്റായതൊക്കെ സ്വാഭാവികമായിട്ട് ആഘോഷിക്കും. പരാജയപ്പെടുമ്പോൾ എല്ലാവർക്കും ഒരു കഥ മാത്രമാണ്. സിനിമ ആഗ്രഹിച്ചു പോകുന്ന ആൾക്കാർക്ക് ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവും. ബെസ്റ്റ് ആക്ടറിൽ പറയുന്നത് ഇവിടെ ധന്യച്ചും ചാൻസ് വെച്ചിട്ട് തന്നെയാണ് ഇവിടെ ഒരിക്കൽ ഞാൻ ഇങ്ങനെ നിൽക്കാൻ നേരത്ത് അൻവർ റഷീദ് മോനെ മനസ്സിൽ ലഡ്ഡു പൊട്ടി സെറ്റിലായി ലൈഫ് കോളത് ഇക്ക പറയും ഇവിടെ നീ ആയിരുന്നു അല്ലേ? ഞാൻ വേറൊരു ഹിസ്റ്ററി ചിറക് ഇങ്ങനെ സിഗരറ്റ് വലിച്ച് ആ സോഡ നാണെങ്കിൽ ആ ചൂട് വെള്ളം കുടിച്ചിട്ട് ഇങ്ങനെ നോക്കും, അല്ലെ തണുത്ത വെള്ളം കുടിച്ചിട്ട് ഇങ്ങനെ നോക്കും, പുള്ളിക്കൊരു ചിറക്. അല്ല, ഈ സിനിമയുടെ മാജിക് പുള്ളിയുടെ കയ്യിൽ ഇങ്ങനെ സിനിമയുടെ റീൽ ഇങ്ങനെ CD. അപ്പൊ ഞാൻ ഇടയ്ക്ക് മെസ്സേജ് ഒക്കെ അയക്കും, സാർ ഇടയ്ക്ക് റിപ്ലൈ ഒക്കെ തരാറൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ അപ്പൊ എനിക്ക് ഉറപ്പാ പുള്ളി എടുക്കൂല. അത് അപ്പൊ വിളിച്ച് ഫോൺ എങ്ങനെയാണ് നിൽക്കുന്നത്? പുള്ളി ഫോൺ മറ്റേ ഓട്ടോക്കാരല്ലേ ആ പുള്ളി തിയേറ്ററിൽ നിന്ന് കാണുന്നത്. അത് പറയാൻ പറ്റില്ല. പുള്ളി അഡ്രസ് തിരഞ്ഞു പിടിച്ച് പോയി തല്ലും. പറഞ്ഞ തല്ലിയെന്നും സാറ് ഫോൺ എടുക്കുന്നോട്ട് പ്രതീക്ഷ. അല്ല, ഞാൻ വേറൊരു ഹൈദരാബാദിക്കാണ് അയച്ചെന്ന് കള്ളം പറയാൻ പറ്റില്ല. അല്ല, ഇങ്ങനത്തെ ഒരു പീസല്ലേ ഉണ്ട്. പറയാൻ പറ്റുന്ന കള്ളം ഹൈദരാബാദുള്ള എനിക്ക് അയച്ചത്. ഇത് സിനിമ മെസ്സേജ് വന്ന് കിടക്കൂല, അപ്പൊ കാണില്ലല്ലോ. അപ്പൊ ഇവൻ പറഞ്ഞ ഏട്ടാ, നീ മെസ്സേജിന്റെ കൂടെ നിന്റെ ഒരു ഫോട്ടോയുടെ വെച്ച് ഒരു ഫോട്ടോ വെച്ചിട്ട് നിന്റെ ഫോട്ടോ കാണുമ്പോ ഫോട്ടോ ആയിരിക്കും. നിന്റെ മറ്റേ ഇതൊന്നും എടുത്ത് വെക്കൂല്ലോ. മറ്റേ ചിലപ്പോ നമ്മുടെ ഡീപ്പ് കാണണമെന്നുള്ള വേളി പോയി നോക്കി ഇഷ്ടംപോലെ മെസ്സേജ്. അപ്പൊ അത് നല്ലൊരു ഐഡിയ ആണ്. ഇവൻ എന്നിട്ട് ഒരു ഡയറക്ടർ അയച്ചു ഇവന്റെ ചിരിച്ചോണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ താഴെ ഡയറക്ടർ വിചാരിച്ച് മരിച്ചു പോയി. ഇവിടെ നടന്നത് മാത്രമേ വേറെ ടാഗ് വേറെ ഒന്നും വെക്കരുത് മാത്രമേ സീത്ത വേറെ ഒന്നും കൊടുക്കല്ലോ കേട്ടോ. ഒരു ചെറിയ കാര്യം പറയട്ടെ, ദിവസവും ഒരു ചെറിയ തുക മാറ്റിവെച്ച് വലിയത് വാങ്ങണം. ഗാഡ്ജറ്റ് ആയാലും അപ്ലയൻസ് ആയാലും മൈജി സൂപ്പർ EMI, ചെറുതിന്റെ പവർ. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 5 അതിഥികൾ, 5 പേർക്കും സ്വാഗതം. നമസ്കാരം. ഞാനൊരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ 5 മല്ലന്മാരെ ഇരുത്തി ആദ്യമായിട്ടാണ്. ചരിത്രത്താളുകളിൽ എഴുതി വെക്കേണ്ടി വരും. 5 പേരെ കൊണ്ടെങ്കിൽ ഇരുത്തിയേക്കുവാണ്. നിങ്ങളായി നിങ്ങളുടെ പാടായി എന്ത് വേണി നിങ്ങൾക്ക് പറയാം. കസേരടുത്ത് ഇതിന്റെ ഇടയ്ക്ക് അതെ, ആക്ടർ കൂടെ ഉള്ളത് നമ്മള് ഒരുമിച്ച് അഭിനയിച്ച് കഴിഞ്ഞുള്ളൂ, പറയില്ല. പക്ഷേ നിധിയും ഭൂതവും, നിധി ആരാണ് ഭൂതം ആരാണ് സിനിമ കണ്ട് തീരുമാനിക്കണമെന്ന് ഒറ്റയടിക്ക് പറയല്ല, ക്ലീഷയായി പോകും. അല്ല, നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിനിമ കാണേണ്ടി വരില്ല. വേണം. എന്റെ ചോദ്യം ക്ലീഷയായി. എങ്കിലും സിനിമയിൽ നിധിയുണ്ട്, ഭൂതമുണ്ട്. അത് ആരാന്ന് സിനിമ കണ്ട് തീരുമാനിക്കണം. നവംബർ 14 പോയി തിയേറ്ററിൽ പോയിരുന്നുണ്ട് തീരുമാനിക്കേണ്ടി വരും. അല്ല, ഡേറ്റ് പറയണ്ട. നവംബർ 14 ചിൽഡ്രൻസ് ഡേ. നവംബർ 14 ചിൽഡ്രൻസ് ഡേ ഇവിടെ അല്ല, ഞങ്ങളെ പോലുള്ള കുട്ടികളൊക്കെ അത് പൊളിച്ചോട്ടോ. അപ്പൊ ആദ്യമായിട്ട് 5 കുട്ടികൾ വെച്ച് ഇന്റർവ്യൂ മല്ലന്മാര് കട്ട് 5 കുട്ടികൾ ഒരു മല്ലൻ. ഞാൻ ഒരു മല്ലനുമായി അല്ലേ. ഏതായാലും ഈ സിനിമകളിലെ ഒരു കാലഘട്ടം അല്ല, നല്ല സിനിമകളുടെ കാലഘട്ടം. ബൾട്ടി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇന്നാണ് കാണുന്നത്. നല്ല അഭിനയമായിരുന്നു. ഒരു സിനിമ ഒരു ഹിറ്റടിച്ച സിനിമയിൽ നമ്മളൊരു ഒരാളെ എന്തെങ്കിലും വേഷം ചെയ്യാന്നുള്ള ഏറ്റവും ഒരു നടനെ സംബന്ധിച്ചു അല്ലേ, അതിന് മാറ്റം 100% അങ്ങനെയാണ് എല്ലാവരും വിചാരിക്കുന്നത്. അതിലേക്ക് ഭാഗമായാലും ഒത്തിരി സന്തോഷം. ഇതിലെന്താണ് ക്യാരക്ടർ? ഇതേവരെ അങ്ങനെ ഞാൻ ചെയ്തു വെക്കാത്ത ഒരു നെഗറ്റീവ് ഷെയ്ഡിലുള്ള സാധനങ്ങളാണ് ഈ പറയുന്ന, നേരത്തെ പറഞ്ഞ പോലെ 4 മല്ലന്മാരും ഞാനുമായിട്ടുള്ളൊരു ചെറിയൊരു ഗിവ് ആൻഡ് ടേക്ക് പരിപാടിയിലാണ്. ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള സാധനമാണ് എനിക്ക്. പിന്നെ ഞാനിതുവരെ പോലീസ് പരിപാടികളൊന്നും പിടിച്ചിട്ടില്ല. ആദ്യത്തെ ഒരു പോലീസ് വേഷമായിരുന്നു ഇത്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. ഇത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഇതൊരു ത്രില്ലർ മിസ്റ്ററി ജോൺറ ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി അങ്ങനെ റിവീൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് വരാനുള്ള എൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റൈറ്റർ ജയപ്രകാശ് ചേട്ടനുണ്ട്. ചേട്ടൻ പണ്ട് മനോരമയിൽ ഈ പറയുന്ന, അതായത് എനിക്കൊന്ന് 2015 മുമ്പ് ആ സമയങ്ങളിൽ സജീവമായി ഹിറ്റ് നോവലുകൾ എഴുതിയിരുന്ന ആളായിരുന്നു.
അപ്പോൾ എന്നെ വിളിച്ചിട്ട് അപ്പോൾ കോട്ടയം, ഞങ്ങൾ രണ്ടുപേരും കോട്ടയമാണ്. അപ്പോൾ ചേട്ടൻ അങ്ങനെ വിളിച്ചിട്ട് അങ്ങനെ ഒരു പരിചയത്തിൻ്റെ പുറത്താണ് വിളിക്കുകയും അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു വിഷയം ഇങ്ങനെ ഒരു സാധനമാണ്, അപ്പം ഒന്ന് കേട്ട് നോക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ചേട്ടൻ്റെ ആ ഒരു എഴുത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, അതായത് ഈ നോവലിലെ എല്ലാ ലക്കങ്ങളിലും ഈ പറയുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് ഫാക്ടർ നിർത്തിയിട്ടാണല്ലോ ആൾക്കാരെ അടുത്തയിലേക്ക് ഹുക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഹുക്കിംഗ് ഫാക്ടർ കഥയിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് പോകുന്ന ഒരു സാധനം, അതാണ് എനിക്ക് പ്രത്യേകിച്ചൊരു എക്സൈറ്റിംഗ് പരിപാടിയായിട്ട് തോന്നിയത്. അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. പിന്നെയാണ് കാസ്റ്റിങ്ങിനൊക്കെയാണ് ഇവരൊക്കെ ഉണ്ട് എന്നുള്ളൊരു സാധനം വന്നത്. ഭയങ്കര സ്പീഡാണ് പടം, ഭയങ്കര സ്പീഡാണ്. അതെ അതെ, ചെറിയ ഒരു 2 മണിക്കൂറാണ് പ്രോപ്പർ റൺ ടൈം. അപ്പോൾ നമുക്ക് ഭയങ്കര രസകരമായിട്ട് എനിക്ക് തോന്നുന്നു ഭാവിയിലൊക്കെ ഈ OTT കണ്ടന്റിന്റെ ഒരു രസകരമായിട്ടുള്ളൊരു ഏരിയ ഉണ്ടല്ലോ. അപ്പോൾ ഒരു ശനിയാഴ്ച വൈകുന്നേരം പെട്ടെന്ന് ഇരുന്ന് കാണുക, കണ്ടു തീർക്കുക എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഇതിലും എനിക്ക് തോന്നുന്നു സീനിൻ്റെ ഇടയ്ക്കുള്ള ഹുക്കിംഗ് പോയിന്റ്സും ഒക്കെ ഭയങ്കര രസമായിട്ട് വന്നേക്കുന്ന ഒരു എഴുത്തിൻ്റെ പരിപാടിയൊക്കെ നല്ല രസത്തിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റും ഒക്കെയാണ്. അതാണ് എന്നെ സംബന്ധിച്ച് ഇതിൻ്റെ ഒരു പോലീസ് സ്റ്റേഷൻ ഇതുവരെ ചെയ്തിട്ടില്ല. അതെ അതെ അല്ലേ? യെസ്. പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ കയറണ്ട അങ്ങനെ വലിയ കഥയാണ്. ഈ എപ്പിസോഡിൽ തീരില്ല. ഇത് ലൈവ് അല്ലല്ലോ. അല്ല അല്ല, ലൈവ് ആയിരുന്നെങ്കിൽ ഇപ്പൊ പുറത്ത് വന്നേ. ഭാഗ്യത്തിന് പോലീസ് സ്റ്റേഷനിൽ ചെറിയ പെറ്റിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറ്റിയുണ്ടല്ലേ? ഹെൽമെറ്റ് വെക്കാത്തതിന്, പിന്നെ മറ്റേതിന്. ഹെൽമെറ്റ് വെക്കാത്ത പിന്നെ മറ്റേന് ചുമ്മാ അത് ഇതൊക്കെ ഇത് മറ്റേ ഇതായിട്ട് വരും. ആൾക്കാർ ഇത് കേട്ടിട്ട് ഇതിന്റെ വിഷ്ണു ഗോവിന്ദിന്റെ ആരും അറിയാത്ത പോലീസ് ശ്വാസം എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ മാർക്ക് നിങ്ങളുടെ പടം ഇങ്ങനെ സൈഡില് ചിലപ്പോ ഈ ഹൈദരലി പുറത്തു കൊണ്ടിരിക്കുന്നു. വിഷ്ണു ഗോവിന്ദ് ജയിലിൽ കിടന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നോ? ഹൈദരലി പുറത്തു കൊണ്ടിരുന്നു നിരവധി പ്രാവശ്യം. എന്റെ ദൈവം, അങ്ങനെ ഒരു ഭാഗ്യം ദുർഭാഗ്യം ഉണ്ടായിട്ടില്ല, ഉണ്ടാകാതിരിക്കട്ടെ. പോലീസ് സ്റ്റേഷനിൽ ഒരു പ്രാവശ്യം കയറാത്ത ആരും ഉണ്ടാവും. പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ട്. പുള്ളി നല്ല രസമായിട്ട് ക്യാരക്ടർ പിടിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് പോലീസ് എന്ന ക്യാരക്ടർ. അതെ, ഞാനൊരു തമാശ പറയാം. അതായത് ഈ പണ്ട് സ്കിറ്റിന് അനൗൺസ്മെന്റ് ചെയ്യുമല്ലോ സ്റ്റേജ് പരിപാടിയിൽ. അപ്പോൾ ഇപ്പൊ കുടുംബം ആണ് സ്കിറ്റെങ്കിൽ അനൗൺസ് ചെയ്യുന്ന ആള്, നിങ്ങൾക്കുമുണ്ട് കുടുംബം, ഞങ്ങൾക്കുമുണ്ട് കുടുംബം, ഇതാ വേദിയിൽ ഒരു കുടുംബം. അപ്പം ഇങ്ങനെ അനൗൺസ് ചെയ്ത് ശീലിച്ച ഒരാളിനെ അടുത്ത് പോലീസ് സ്റ്റേഷന്റെ സ്കിറ്റായിരുന്നു. അപ്പൊ അവൻ അനൗൺസ് ചെയ്യുന്നത്, നിങ്ങൾക്കൊണ്ട് പോലീസ് സ്റ്റേഷൻ, ഞങ്ങൾക്കൊണ്ട് പോലീസ് സ്റ്റേഷൻ, ഇതാ ഒരു പോലീസ് സ്റ്റേഷൻ. അനീഷ്, കുറെ സിനിമകളായി, എന്നാൽ വേണ്ടത്ര സിനിമകളില്ല എന്നും പറയും. എന്നാ സിനിമകളുണ്ട്, എന്ത് തോന്നുന്നു? നിധിയും ഭൂതവും സ്ക്രിപ്റ്റ് സംസാരിച്ചപ്പോൾ ഒരു സ്പീഡ് ഉണ്ട് ഈ പടത്തിനെന്ന് പറഞ്ഞില്ലേ, അത് പുള്ളിയുടെ സംസാരത്തിലും പുള്ളിയുടെ സ്ക്രിപ്റ്റ് നമുക്ക് നരേറ്റ് ചെയ്യുമ്പോഴൊക്കെ ആ സ്പീഡ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ പുള്ളി ഇങ്ങനെ നടന്നിട്ടും ഒക്കെ ആയിട്ടാണ് നമുക്ക് സ്ക്രിപ്റ്റ് നരേറ്റ് ചെയ്ത് തരാം. രസമായി തോന്നി. ഒരു നല്ല ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ പറയാൻ പറ്റുന്ന ഒരു രസകരമായ ഒരു സിനിമ അതെന്ന് വിചാരിച്ചു. നമ്മൾ എൻട്രി ചെയ്തു. അതൊന്ന് പിന്നെ കുറച്ച് പൈസ ആവശ്യമുണ്ടായിരുന്നു, എൻട്രി ചെയ്തു. എല്ലാം കൂടെ ചേർത്തിട്ട് സന്തോഷത്തിൽ എൻട്രി ചെയ്തു, സന്തോഷത്തിൽ അവസാനിപ്പിച്ച് നമ്മൾ ഒന്നിരിക്കുന്നു സന്തോഷത്തോടെ. നമ്മൾ ഈ പോസ്റ്ററിലെ 3 ലീഡുകളിൽ കുറച്ചുകൂടെ വലിയ ലീഡ് അല്ല, ഹീറോ അങ്ങനെയല്ല, ഒരുമിച്ചുള്ള പരിപാടി തന്നെയാണ്. അനീഷ് അങ്ങനെ പറയുള്ളൂ. നിങ്ങള് എനിക്കൊന്ന് വർക്ക്ഷോപ്പില് 3 സുഹൃത്തുക്കൾ അല്ലേ? ആ 3 സുഹൃത്തുക്കൾ ഇപ്പൊ ഞാന് അജിത്ത് റാഫിയാണ് അല്ലേ? നിങ്ങളാണ് 3 സുഹൃത്തുക്കൾ. ഞങ്ങളുടെ ഇടയിൽ വരുന്ന കുറെ കഥാപാത്രങ്ങൾ. ആ കഥാപാത്രങ്ങളാണ് ഇപ്പൊ വിഷ്ണു, അഖില്, അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ്. ഈ സിനിമയിലേക്ക് ഞാൻ പോകുള്ള ബൈക്ക് വർക്ക്ഷോപ്പ്, ബൈക്ക് വർക്ക്ഷോപ്പ് ഉണ്ടാവും എന്നൊക്കെ തോന്നുന്നു. ചിലപ്പോ അവിടെയൊക്കെ പോലീസ് സ്റ്റേഷൻ, നിങ്ങളിപ്പോ വല്ല ക്രൈം മറ്റേ എന്തെങ്കിലും എപ്പിസോഡുകളൊക്കെ ചെയ്തിട്ടുണ്ടോ? മൊത്തത്തിൽ അതിലേക്കാണല്ലോ ഒരു കുറ്റാന്വേഷണത്തിന്റെ കഥ. നിധിയും ഭൂതവും. ഒരു ബാബു രാമചന്ദ്രൻ വല്ലാത്തൊരു കഥയാണ്. അപ്പം അങ്ങനെയാണ് കഥകൾ. അങ്ങനെയാണ് അല്ലേ? എത്ര ദിവസം ഉണ്ടായിരുന്നു ഷൂട്ട്? മൊത്തം 40 എത്ര ഉണ്ടായിരുന്നു മൊത്തം ദിവസം? 40-നുള്ളിൽ, മീൻസ് അതിന്റെ 35 ആ റേഞ്ചൊക്കെ. അല്ല, ഇങ്ങനെ എല്ലാവരും ചെറുപ്പക്കാരുമായിട്ട് ഇരിക്കുമ്പോൾ തന്നെ ഒരു സുഖമാണല്ലോ. ലൊക്കേഷനാണ് ഇപ്പം നിങ്ങൾ അത് കഴിഞ്ഞ് പോയിട്ട് പലതും പല ആളുകൾ പോയിട്ട് ഇപ്പോൾ ഒന്നിക്കുന്നു. ആ പഴയ ഒരു സൗഹൃദമാണല്ലോ ഏറ്റവും വലുത്. അത് ഈ സിനിമയിൽ കാണുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ള ആളുകളാണ് എല്ലാവരും ഒരേ ലൊക്കേഷനിലും അതന്നെ ആ ഒരു രസം ഉണ്ടായിരുന്നു. മൊത്തത്തിൽ എല്ലാവരും ഒരുമിച്ച് ഇരിക്കുക, ഒരുമിച്ചുള്ള പരിപാടികൾ തന്നെയാണ് അല്ലേ? പോലീസ് വേഷം ചെയ്തിട്ടുണ്ട്, ആ വേഷം ഇങ്ങോട്ട് കൊടുത്ത്
പോലീസ് വേഷം നമ്മൾ കണ്ടാണല്ലോ, ഗംഭീരമായിട്ട് പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഇങ്ങോട്ട് കൊടുത്ത് നമ്മൾ വർഷാപ്പുകാരനായി. വിഷയമായിട്ട് വർക്ക്ഷോപ്പ് പണിക്കാരൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇല്ല. അല്ലെങ്കിൽ അത് ഇങ്ങോട്ട് കൊടുക്കും. ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് കൊടുക്കാറ്. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലൊരു അനുഭവമായിരുന്നു. ഇത് പറഞ്ഞ പോലെ തന്നെ ഈ ജയപ്രകാശ് റൈറ്ററാണ് നാരേറ്റ് ചെയ്തത്. പുള്ളി എന്താ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നേരത്തെയും പറഞ്ഞതുപോലെ തന്നെ ഒരു സ്റ്റോറി നറേറ്റ് ചെയ്യുമ്പോൾ അത് എങ്ങനെ സിനിമയായി വരുമെന്ന് പ്രൊഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷെ ആ നരേഷൻ എത്രത്തോളം ഓക്കെ ആണ് എന്നുള്ളതാണ് ഒരു ആക്ടർ മേ ബി അത് കമ്മിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ എസ്പെഷ്യലി എനിക്ക് ഭയങ്കര ഓക്കെ ആയിട്ട് പുള്ളി നരേറ്റ് ചെയ്ത് ഭയങ്കര ഞാൻ ഹാപ്പി ആയിരുന്നു ആ നരേഷൻ കഴിഞ്ഞപ്പോൾ. അങ്ങനെയാണ് ഞാനിതിൽ ജോയിൻ ചെയ്യാമെന്ന് തീരുമാനിക്കുകയും 1-2 ലൊക്കേഷൻസ് മാത്രമുള്ള ഒരുപാട് ബഹളമൊന്നും ഇല്ലാത്ത ഒരു കുഞ്ഞ് സെറ്റ് അങ്ങനെയാണ് ചെയ്തത്. ഭയങ്കര സന്തോഷമായിട്ടാണ് ഷൂട്ട് കഴിഞ്ഞത്. ഒരു വർക്ക്ഷോപ്പ് ഇതിനകത്ത് പറയുന്നുള്ളൂ, വർക്ക്ഷോപ്പിലാണല്ലോ നിങ്ങളുടെ കഥകൾ മൊത്തം വരുന്നത്. ആ വർക്ക്ഷോപ്പ് കയറി ഇറങ്ങിയുള്ള കഥകളാണല്ലോ. അവിടെ പലതും സംഭവിക്കാം. നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും. ജീവിതത്തിൽ നമ്മൾ ബൈക്കൊക്കെ മേടിച്ച് വർക്ക്ഷോപ്പിൽ പോയിരിക്കുന്ന ഒരു കാലഘട്ടം, അങ്ങനെയൊക്കെ ഈ കാലഘട്ടം ഓർമ്മയിൽ വന്നിരുന്നു? ഉണ്ട്. എൻ്റെ ഫ്രണ്ട്സിലൊക്കെ മീൻസ് എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിലൊക്കെ ഉള്ള ഒരു ഫ്രണ്ട്, അവൻ്റെ അച്ഛൻ വർക്ക്ഷോപ്പാണ് നടത്തുന്നത്. അപ്പോൾ അവൻ മിക്ക ദിവസങ്ങളിൽ ഈ ഞായറാഴ്ച കോളേജ് ഈ സ്കൂൾ ഇതൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ അവൻ എപ്പോഴും അവിടെയാണ് ഉണ്ടാവുന്നത്. ഞായറാഴ്ച കട തുറക്കില്ല, പക്ഷെ അവിടെ ഉണ്ടാവും. ആ ഞായറാഴ്ച ദിവസം അവനാണ് പണിക്കാരൻ, മീൻസ് അവനാണ് പണി ചെയ്യുന്നത്. വരുന്നത് വേറെ കസ്റ്റമേഴ്സ് ആയിരിക്കില്ല, നമ്മൾ ഫ്രണ്ട്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് പൈസ കൊടുക്കാൻ അവൻ തന്നെയാണ് എല്ലാ പരിപാടിയും ചെയ്തു തരുന്നത്. അങ്ങനെ ഒരു അനുഭവം എനിക്ക് പണ്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ നാൾ ഈ വർക്ക്ഷോപ്പുമായിട്ട് അങ്ങനെ ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറേ നാൾക്ക് ശേഷം വീണ്ടും അങ്ങനെ ഒരു റീക്രിയേഷൻ വന്നപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. നമുക്കൊരു സന്തോഷമുണ്ട്, നമ്മുടെ പഴയ കാലത്തേക്കൊന്ന് കൊണ്ടുപോകാനും പറ്റിയിട്ടുണ്ടല്ലേ. റാഫി എന്നെ സൈലന്റ് ആയിട്ടിരിക്കണേ. റാഫി ഇങ്ങനെ മീശ 3 പോയി കളയാണ്. അല്ല, അവരൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോ ഞാൻ മനസ്സിലൊരു എസ്സേ കഴിഞ്ഞു, പുറത്ത് പോരോ പറഞ്ഞോ. ഇല്ല, നല്ല പരിപാടിയാണ് ചെയ്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ പുള്ളിക്കാരൻ കഥ പറഞ്ഞ രീതി പരിപാടികളൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഓക്കെ, ഒരു പടം ചെയ്യാന്നാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പൊ അങ്ങനെ കമ്മിറ്റ് ചെയ്ത് നന്നായിട്ട് ചെയ്തെന്ന് തോന്നുന്നു, അറിയില്ല. അത് വലിയ പോയിന്റ് ആട്ടോ. ഈ സമയത്ത് ഒരു പടം ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിട്ടൊക്കെ. അതെ, അത് ശരിയാണ്. പടങ്ങളില് സജീവമായി നിൽക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. ഈ റാഫി സൈലന്റ് ആയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നപ്പോ തൊട്ട് കാണുന്നത്. റാഫി ഒരു ഇൻട്രോവേർട്ടാ കേട്ടോ, അത് പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അതെ, ക്യാമറയുടെ മുന്നിൽ ക്യാമറ ഓൺ ആക്കിയ സ്റ്റാർട്ട് ക്യാമറ ഇൻട്രോവേർട്ട് എന്നാണ് അങ്ങനെയാണോ? നമ്മളൊക്കെ ക്യാമറയുടെ ഫ്രണ്ടില് അല്ല, സോറി, ക്യാമറയുടെ ബാക്കിൽ ബഹളോ, ക്യാമറ ഫ്രണ്ടിൽ ഒരു തിരിച്ചാ അല്ല റാഫി? ഇല്ല, അങ്ങനല്ലേ, കുഴപ്പമില്ല, ഓക്കെയാണ്. എന്തോ ഓക്കെ, നീ ഇപ്പൊ ഇവിടെ ഇരിക്കാൻ ഓക്കെ ഓക്കെ അല്ലേ? പിന്നെ ചെയറൊക്കെ ഓക്കെ അല്ലേ? യെസ്, ഓഫ് കോഴ്സ്. ഇവരെല്ലാം ഓക്കെ അല്ലേ? എല്ലാരും ഓക്കെ. ഞാൻ ഓക്കെ ആണോ? ഓക്കെ. അപ്പം എനിക്ക് തോന്നുന്നു കുറേ സിനിമകൾ അല്ലേ, നല്ല നല്ല സിനിമകളുടെ ഭാഗമാകുന്നുണ്ട്. സിനിമ ചിലപ്പോൾ നമുക്ക് വിധിക്കപ്പെട്ട സിനിമ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ദുഃഖിതനൊക്കെ ആണോ റാഫി? അല്ലല്ല, അങ്ങനെ നഷ്ടപ്പെട്ടിട്ടൊന്നും എനിക്ക് കിട്ടിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് സന്തോഷം മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ സിനിമകൾ കൂടുതലും കിട്ടിയിട്ടേ ഉള്ളൂ. അങ്ങനെ നഷ്ടപ്പെട്ടതായിട്ട് എനിക്കങ്ങനെ വന്നിട്ടില്ല. ഇതായിട്ട് കിട്ടട്ടെ എന്ന് ആഗ്രഹം. നീ ചെയ്യാൻ പറ്റട്ടെ, നല്ല നല്ല കഥാപാത്രം ചെയ്യാൻ പറ്റട്ടെ, ആൾക്കാരുടെ മനസ്സിൽ ഇട പിടിക്കാൻ പറ്റട്ടെ എന്നുള്ള സംഭവം. റാഫിയുടെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ റാഫി അഭിനയിച്ചു വെച്ചാൽ സിനിമയിൽ റാഫിക്കൊന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന സിനിമ ഏതായിരിക്കും? തലവര. ഇത് കിടിലൻ പരിപാടിയായിരുന്നു. നല്ല അഖിലേട്ടനും പിന്നെ അർജുൻ്റെ കൂടെ 3 പടം അടുപ്പിച്ച് ചെയ്യാൻ പറ്റി. അർജുനന്റെ കൂടെ ഉണ്ട് 3 പടം അടുപ്പിച്ച് ഹാട്രിക്ക് ചെയ്യാൻ പറ്റി. അതന്നെ ഒരു ഭാഗ്യമല്ലേ. ഒരു സിനിമയിലുണ്ട്. അതല്ല, അതൊന്നുമില്ല, പറയൂ, അതൊന്നുമില്ല. അടുത്തൊരു പരിപാടി ഇറങ്ങുന്നുണ്ട്, പക്ഷെ അത് അതിലുണ്ട്. അവന്റെ പടത്തിലല്ല, നമ്മുടെ പരിപാടി ഇറങ്ങുന്നു. അതെ, നഷ്ടപ്പെട്ട ഒരു സിനിമ. അല്ല, അതൊരു വലിയ ഒരു പറയാതിരിക്കുന്ന അത് വലിയൊരു സിനിമയാണ്. നല്ലൊരു സിനിമയായിരിക്കും. അർജുന്റെ ഒരു സിനിമാ യാത്രയിൽ ഒരു കരിയർ മാറ്റുന്ന ഒരു സിനിമയായിരിക്കും. അത് ഉറപ്പായിരിക്കും. അതായിരിക്കും. പിന്നെ തത്തപ്പച്ച അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ട്രെയിലർ, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതിന്റെ സക്സസ് ഉണ്ടാവും വിശ്വസിക്കുന്നു. 100% എന്ത് സംശയിക്കണം. അങ്ങനെയല്ല വേണ്ടത്. ഉറപ്പായിട്ടും നമ്മളൊരു യാത്ര അങ്ങനെ ആയിരിക്കണം. അതെ. പിന്നെ കുട്ടിക്ക് ഇതൊന്നും വേണ്ട. കുട്ടി ഇങ്ങനെ പൊക്കോളും. എന്റെ കുട്ടി അങ്ങനെ ഒരു പൊക്കോളും അങ്ങോട്ട്. ഹാർഡ് വർക്ക് ചെയ്യണ്ട. വിളിക്കാനിരുന്ന 3 സിനിമ പോയി.
വിളിക്കായിരുന്ന 3 പടം പോയി. അല്ല ഇപ്പൊ ഇന്റർവ്യൂ കണ്ടോണ്ടിരിക്കുന്ന ഏതെങ്കിലും ആൾക്കാരെ അഖില് അല്ലെ പറയുമ്പോഴാണ് ഈ ഡയലോഗ് ഉള്ള 3 പടം പോയി. ഉള്ളത് ഉള്ള 3 പടം പോയി. 2 ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ തള്ളിയതാ. പറഞ്ഞ തള്ളിയതാ. ആ 2 ഉണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നു ലൊക്കേഷനിൽ. അടിപൊളിയാണ്. ഞാൻ വളരെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പൊ ഇവരെല്ലാരും നമ്മളിരുന്ന് ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ഇരുന്ന് സംസാരിക്കുന്ന എല്ലാം അവിടെയും എല്ലാരും ഒരുമിച്ചിരിക്കുന്നു, ഹോട്ടലിൽ ഒരുമിച്ച്, ലൊക്കേഷനിലും. മൊത്തത്തിൽ ഒരു അടിപൊളി ബഹളം പരിപാടിയായിരുന്നു. ഭയങ്കര രസമായിരുന്നു എല്ലാരും. ഇതിലെ ക്യാരക്ടർ ഞാൻ ഡയറക്ടർ പടത്തിന്റെ അല്ല പടത്തിനകത്തൊരു ഡയറക്ടറാണ്. അത് ഇവിടെയൊക്കെ ഇടയ്ക്ക് വരും. ഒരു ചെറിയ ഷൂട്ടിംഗ് പരിപാടിയായിട്ട് വരുന്നു, ഒരു ആൽബം ഷൂട്ട് ചെയ്യുന്നു, അതുമായിട്ട് പിന്നെ കഥയിൽ കണക്ട് ആവും, അങ്ങ് പോകും. ഞാൻ ഇടയ്ക്ക് പോരും. കാരണം എനിക്ക് വേറെ പരിപാടി ഉണ്ടായിരുന്നു ലൊക്കേഷനിലേക്ക്. വേറെ ലൊക്കേഷനിൽ പോകണല്ലോ. സിനിമകൾ ഡയറക്ട് ചെയ്തോണ്ടിരിക്കുമല്ലോ, സിനിമയ്ക്കുള്ളിലെ സിനിമ. അതെ അതെ. അപ്പൊ അത് വേറെ ആൽബം ചെയ്യാൻ അവിടെ നിന്ന് പോയി. ഇവിടുത്തെ ആൽബം ഒക്കെ ആണോ? ഇവിടുത്തെ ആൽബം ഒക്കെ ആയിരുന്നു. ഇവിടെ പ്രതീക്ഷിക്കാത്ത വിജയമായിരുന്നു ആൽബം. അതെയോ? അങ്ങനെ പ്രതീക്ഷിക്കില്ല ഇത്രയും നന്നാവുമെന്ന്. ഞെട്ടിപ്പോവും കണ്ടിട്ട്. നെട്ടിപ്പോയി. കണ്ടു കഴിഞ്ഞിട്ട് നെട്ടോന്ന് നോക്കട്ടെ നമ്മള്. വീണ്ടും അങ്ങനെ ഒരു ടോക്ക്. എന്റെ ഉള്ളിലെ ഡയറക്ടറിന്റെ സാധനങ്ങൾ ഞങ്ങൾ നെട്ടുമെന്ന് നോക്കട്ടെ. പക്ഷെ സിനിമ ഏതോ ഡയറക്ടറിന്റെ സിനിമ കൊണ്ട് ഞങ്ങൾ നെട്ടിക്കോളാം. പക്ഷെ എന്റെ ഉള്ളിലെ ഡയറക്ടറിന്റെ ആരെയും നോക്കിയിട്ട് ഞങ്ങൾ പറയാം. ഇനി അഥവാ കണ്ടിട്ട് അഥവാ ഞെട്ടിയിലേക്ക് പുറത്തിറങ്ങി പറയാം. പടം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേ മൈക്കുമായിട്ട് അതിനൊക്കെ എടുത്ത് പടം നന്നായിരുന്നു, പക്ഷെ അതിന്റെ അകത്ത് വേറെ അവൻ കൊള്ളൂല. അങ്ങനെ ഞാൻ പറയുമല്ലേ? അങ്ങനെ ഒരിക്കലും വേറെ ഇതല്ലേ ഡീലല്ലേ? ഏത് ഡീല് ഇവരോട് പറയണ്ട. നന്നായിട്ടുണ്ട്. ആ ഡീല് ഇവരോട് പറയല്ലേ? ഈ പടം കഴിഞ്ഞിട്ട് ആ ഡീല് പറഞ്ഞാൽ മതി. അപ്പൊ ഇവര് എന്റെ അടുത്ത് പറ്റാ ഡീല് നീ ഉറപ്പിച്ച് എനിക്ക് തന്നെ. ഉറപ്പല്ലേ? എനിക്കൊന്ന് പടത്തിന് വല്ല ഫ്ലെക്സ് വെക്കുന്ന ആയിരിക്കും. അഖിൽ കുട്ടിക്ക് സ്വാഗതം. അതിലൊരു ഓരോ സിനിമകൾ ചെയ്യുമ്പോഴും നമുക്കൊരു വിശ്വാസം കൂടുമല്ലേ? അഖിലിനെ സംബന്ധിച്ച് ഞാൻ അഖിലിനെ കാണാൻ തുടങ്ങിയ വർഷങ്ങളായിട്ടോ. നിങ്ങളെ കാണുന്ന പോലെ തന്നെ വർഷങ്ങളായി കാണുന്നത്. എനിക്ക് കൂടുതൽ പ്രിയം സംസാരപ്രിയനാണ്. നമുക്ക് എവിടെ ഇരുന്നാലും സംസാരിക്കാൻ ഒരു ഇൻട്രസ്റ്റ് വന്ന ആളാണ്. എന്തിനും ഒരു കൗണ്ടർ ഉണ്ടാവും, ഒരു തീരുമാനം ഉണ്ടാവുന്ന ഒരാളാണ്. നമ്മൾ പല കഥയുണ്ടാവും. തീർച്ചയായിട്ടും. അത് ഞാൻ ഉള്ളത് പറഞ്ഞു, ആത്മാർത്ഥമായിട്ട് തന്നെ പറഞ്ഞ. അഖിലിന് വേണ്ടത്ര സിനിമയിലേക്ക് വരുന്നത് ബിഗ് ബോസിന് കഴിഞ്ഞിട്ടാണോ ബിഗ് ബോസിന് മുമ്പ് എങ്ങനെയായിരുന്നു ഒരു അവസ്ഥ എന്ന് പറയാൻ പറ്റും? സിനിമകള് വന്നു തുടങ്ങിയ ബിഗ് ബോസിന് ശേഷം. ബിഗ് ബോസിന് മുമ്പ് ഞാൻ കുറച്ച് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളൂ. അതൊക്കെ എല്ലാം ഈ നമ്മുടെ ഫ്ലോറിൽ കോമഡി സ്റ്റാർസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫ്ലോറിൽ ഓരോ ഡയറക്ടേഴ്സ് പ്രൊമോഷൻ വരും സിനിമയുടെ. അപ്പം ആ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആ സമയത്ത് എന്റെ സ്കിറ്റ് ഉണ്ടാവണമെന്ന് ഞാൻ പ്രാർത്ഥിക്കും. കാര്യം പറയുമ്പോൾ അത് കണ്ടിട്ട് വിളിച്ചാലോ, നമ്മളെ കണ്ടിട്ട് അങ്ങനെയല്ല. അല്ലാതെ ടി വിയിൽ ഇരുന്ന് ഈ ഡയറക്ടേഴ്സ് ചിലപ്പോൾ എന്റെ സ്കിറ്റ് കാണണമെന്നില്ല. അപ്പോൾ അങ്ങനെ കിട്ടിയൊരു ഭാഗ്യമായിരുന്നു ജിസ്റ്റോയ് സാറിന്റെ മോഹൻകുമാർ ഫാൻസ്. കാര്യം ഇവര് ആസിഫിക്ക് ഇവരെല്ലാവരും കൂടെ വിജയ് സൂപ്പർ പൗർണമി അതിന്റെ പ്രൊമോഷൻ വന്നിരിക്കുമ്പോൾ എന്റെ സ്കിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെയുള്ള ഡയറക്ടേഴ്സ് വന്നിരിക്കുമ്പോൾ കുറച്ചുകൂടെ ഇളകുമല്ലോ, ഇത് നമുക്ക് സ്ഥാപിക്കണമല്ലോ. അങ്ങനെ ചെയ്തിട്ട് ലാസ്റ്റ് എൻ്റെ അടുത്ത് ജിസ്റ്റോയ് സാറിനെ വിളിച്ചിട്ട് ചോദിച്ചു, എടാ ഇത് അല്ല ജഡ്ജ്മെന്റില് ചോദിച്ചു പറഞ്ഞു, അഖിൽ ആ ഇടയ്ക്ക് കുറെ പറഞ്ഞതൊന്നും സ്ക്രിപ്റ്റിലുള്ള അല്ല, നീ അത് അതിന്റെ ഇടയ്ക്ക് അല്ലാതെ കയ്യിൽ നിന്നിട്ട് കയറി പോയതല്ലേ. അപ്പം ടീമിലുള്ളവർ ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കള്ളാന്ന് വരും. ഞാൻ ഇങ്ങനെ അപ്പൊ ടീമിലുള്ളവർ അന്ന് സ്ക്രിപ്റ്റിലില്ലായിരുന്നു, ആ സമയത്ത് എന്തൊക്കെ പറഞ്ഞു പോയതാ, അല്ലാതെ അടിപൊളിയായിരുന്നു. ലാസ്റ്റ് പറഞ്ഞു, എനിക്ക് ഇതിലുള്ള എല്ലാവരും സിനിമയിൽ എടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല, പക്ഷെ ഞാൻ അടുത്തൊരു പടം ചെയ്യുന്നുണ്ട്. അവിടെ വെച്ചാൽ പ്രഖ്യാപിച്ചു. അവിടെ വെച്ചാൽ അടുത്തൊരു പടം ചെയ്യുന്നുണ്ട്, അതിൽ അഖിലിന് ഇതായിരുന്നു. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇതുപോലെ മുമ്പും പറഞ്ഞിട്ടുണ്ടേ പലരും, പക്ഷെ വിളിച്ചിട്ടില്ല. അപ്പൊ ഞാൻ എന്ത് പറയാം, അപ്പൊ നമ്മുടെ ഗ്രൂമർ ബിജി ജലാൽ ബിജിയായിട്ട് എന്റെ അടുത്ത് ചേട്ടാ ഇപ്പൊ തന്നെ പോയി നമ്പർ മേടിച്ചു. ഇല്ലേ ചിലപ്പോ പുള്ളി മറന്നു പോകും, നീ പിന്നെ പുള്ളി എവിടെ കാണും. ഞാൻ നേരെ പോയിട്ട് സാർ നമ്പർ എന്തോ ഓക്കെ നമ്പർ മേടിച്ചു. പിന്നെ ഇടയ്ക്ക് ഗുഡ് മോർണിംഗ് കഴിക്കുക, രാവിലെ റോസാപ്പൂ,
അതൊരു 6:30 ഇതേ സാധനം തന്നെ രാവിലെ എഡിറ്റ് ചെയ്ത് മറ്റേ നെൽക്കതിന് തിരിച്ചു വരും. അപ്പൊ പുള്ളി മനസ്സിലായി ഈ പടത്തിൽ അവന് ചാൻസ് കൊടുത്തില്ലെങ്കിൽ ഈ അടുത്ത കൊടുക്കുന്നവരെ ഇത് അയച്ചോണ്ടിരിക്കും. അതുകൊണ്ട് ഈ പടത്തിൽ കൊടുക്കാതെ ആ പടത്തിൽ കൊടുത്ത് അതോടെ പിന്നെ ബ്ലോക്കും ചെയ്ത് അല്ല കേട്ടോ എന്നിട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ മെസ്സേജ് അയക്കുമായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ എനിക്ക് വേറൊരു കോൾ വന്നു. വേറൊരാൾ എന്നിട്ട് ഞാൻ ജിസ്റ്റോയ് സാറിന്റെ അസോസിയേറ്റ് ആണ്, സാർ പറഞ്ഞിട്ട് വിളിക്കുകയാണ്, ഇങ്ങനെയാണ് ക്യാരക്ടർ, ഇതാണ് കുഞ്ചാക്കോ ബോബനാണ് നായകൻ. അപ്പൊ ഞാൻ എന്ത് ഏത് സിനിമ എന്നല്ല അടുത്ത സിനിമയിലല്ലേ പറഞ്ഞു. അങ്ങനെ അതിലാണ് വിനീത് ചേട്ടൻ്റെ കൂടെ വിനീത് ചേട്ടൻ ഞാൻ വരുന്നു കോമ്പിനേഷൻ, എല്ലാവരുമായിട്ടും കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. അതാണ് അങ്ങനെയാണ് അവിടെ നിന്ന് കിട്ടിയത്. പിന്നെ ബിഗ് ബോസിന് ശേഷം മന്ദാകിനി ഇറങ്ങിയതിന് ശേഷമാണ് നമുക്ക് അഭിനയിക്കാനൊക്കെ പറ്റും, അല്ലെങ്കിൽ ഒരു ക്യാരക്ടറെ കൊടുത്താൽ നന്നായിട്ട് ചെയ്യും എന്നൊക്കെ തോന്നിയിട്ട് സിനിമകൾ ഇങ്ങനെ വിളിച്ച് തുടങ്ങിയത്. ഇപ്പൊ ഹാപ്പി അല്ലേ? ഇപ്പൊ അത്യാവശ്യം ഹാപ്പിയാണ്. ഫുൾ ഹാപ്പി ആയിട്ടില്ല കേട്ടോ. ഫുൾ ഹാപ്പി ആവാതിരിക്കട്ടെ. ഫുൾ ഹാപ്പി ശരിയാ, ഫുൾ ഹാപ്പി ആകണ്ട. പകുതി ഹാപ്പി മുക്കാലൊക്കെ അല്ലേ? ഒരു പ്രശ്നമില്ല, ഞാൻ അവിടെ തന്നെ ചെയ്യണം. മുക്കാൽ എപ്പോഴും നിലനിർത്തി പോയാൽ അതിൽ നിന്ന് താഴെ പോയി നിലനിർത്തി പോണം. പക്ഷെ എനിക്ക് നെൽക്കതിന് ഇഷ്ടം. ഇത് മറ്റുള്ളവർക്കും പ്രയോജനം ഉണ്ടാവുന്ന അങ്ങനെ ചെന്നിട്ട് അവസാനം ഇവർ ഈ പടത്തിന് വേഷം കൊടുത്തില്ലേ, ഇവര് തുടരും പടത്തിന് വേഷം കൊടുത്തിട്ട് ഹബി കേട്ടില്ലേ? അങ്ങനെ മെസ്സേജ് വെച്ചിട്ടുണ്ടോ? ഇനി നെൽക്കതിന് അയക്കരുത്. ആ പ്രാവ് ഇവിടെയും പറഞ്ഞു. ഞാൻ കൊറേ പ്രാവ് പൂക്കൾ അയച്ചിട്ടുണ്ട്. പ്രാവ് തിരിച്ചു വന്നിട്ടേ ഇല്ല. ആ പ്രാവിനെ അവിടെ അവരെ അടിച്ചു. അല്ല, ഇത് ജീവിതത്തിൽ നടക്കുന്നതാണ്. അതെ അതെ തീർച്ചയായും എല്ലാരും ചെയ്തിട്ടുണ്ട്. ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ പ്രത്യേകിച്ച് അല്ല, എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ഡയറക്ടേഴ്സിനെ വിളിച്ചിട്ട് ഇങ്ങനെ ഇതാണ്. അപ്പം ചില സമയങ്ങളിൽ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ഡയറക്ടേഴ്സ് ഉണ്ടാവില്ല. അപ്പൊ വലിയ ഡയറക്ടേഴ്സിനെ വിളിക്കാൻ നമുക്ക് പേടിയാണ്. പക്ഷെ നമുക്കറിയാം ഇവര് എടുക്കൂലാതെ. പക്ഷെ നമുക്കിത് വിളിച്ചു കഴിയുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവും. ഞാൻ വിളിച്ചല്ലോ, പുള്ളി ഫോണിച്ചില്ല എന്നുള്ളൊരു സമാധാനം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇത് വിളിച്ചില്ലെങ്കിൽ എല്ലാവരും പറയാം നിനക്ക് വിളിക്കാറില്ല. അപ്പൊ അന്നേരം ഒരു ഉൾപ്പുത്തുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചാൽ ശരി എല്ലാവരും വിളിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാവരും വിളിക്കാറുണ്ട്. ഞാൻ അമൽ നീരജ് സാറിനെ വിളിക്കും. അപ്പൊ എനിക്ക് ആദ്യത്തെ പടം ചെയ്തിട്ട് പരിചയമുണ്ട്. എന്റെ ആദ്യത്തെ പടം യോവിന്റെ പുസ്തകമാണ്. സാറുമായിട്ട് പരിചയമുണ്ട്. അപ്പൊ സാറിന് ആ സമയത്ത് നമ്പർ മേടിച്ച് വെച്ചിട്ടുള്ള പരിചയമുണ്ട്. അപ്പൊ ഞാൻ ഇടയ്ക്ക് വിളിക്കാറില്ല. പക്ഷെ പുള്ളി ഫോൺ എടുക്കാറില്ല. അമലേട്ടനെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. ആ സീനായി. ഈ ഇടയ്ക്ക് ഞാൻ പുള്ളി ആരോ ഇങ്ങനെ സാറ് ഏതൊരു പടം പ്ലാൻ ചെയ്യുന്നുണ്ട് എടാ ഒന്ന്. അപ്പൊ ഞാൻ ഇടയ്ക്ക് മെസ്സേജ് ഒക്കെ അയക്കും. സാർ ഇടയ്ക്ക് റിപ്ലൈ ഒക്കെ തരാറൊക്കെ ഉണ്ട്. അപ്പൊ എന്നാ ഒന്ന് വിളിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പൊ എനിക്ക് ഉറപ്പാണ് പുള്ളി എടുക്കൂല അത്. അപ്പൊ വിളിച്ച് ഫോൺ എടുത്ത് ഞാൻ ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പൊ പുള്ളി ഫോൺ എടുത്ത് കട്ട് ചെയ്യാൻ പറ്റില്ല. എന്ത് പറയാനാ? പിന്നെ ഞാൻ സത്യം പറഞ്ഞു സാറ് ഫോൺ എടുക്കുന്നോട്ട് പ്രതീക്ഷ. ഞാൻ പറഞ്ഞു സാറ് ഫോൺ എടുക്കുന്നോട്ട് പ്രതീക്ഷ ഞാൻ മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ ഇതുപോലെ ഇങ്ങനെയാണ്, ഇതാണ് പരിപാടി, ഇങ്ങനെ അടുത്ത പടത്തിൽ പരിഗണിക്കണം എന്നൊക്കെ പറഞ്ഞു. എനിക്ക് എന്ത് പറയണമെന്നല്ലോ. അവൻ സാറിനെ എടുത്തു. സാറിന് ഒച്ച അങ്ങനെയല്ലേ. അവൻ ഞാൻ സാറൊട്ടും വിചാരിച്ചിട്ട് എടുക്കും. അപ്പൊ അത് കേട്ടിട്ട് പുള്ളി മറ്റേ അത് വിചാരിച്ചിട്ടുണ്ടാവും. ഇത് ഞാൻ പറഞ്ഞു സാറേ എങ്ങനെ അപ്പൊ അടുത്ത് പ്ലാൻ ചെയ്തോണ്ടിരിക്കാം അറിയിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ മറ്റേ ഫോൺ വെച്ചിട്ട് ഇതെന്തിപ്പോ സംഭവിച്ച അങ്ങനെ അങ്ങനെ. അപ്പൊ അത് ഈ നെൽക്കതിന് അയക്കുന്ന പോലെ ഈ വിളിയും ഭയങ്കര. അതുപോലെ എനിക്കൊരിക്കൽ ഈ വിഷ്ണു എന്ന് പറഞ്ഞ പേരുള്ളതുകൊണ്ട് എല്ലായിടത്തും മറ്റേ ഒരു സൂചി എറിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും വിഷ്ണു പോയി കൊണ്ടുപോകുള്ള പോലെ ഒരിക്കൽ ഞാൻ ഇങ്ങനെ നിൽക്കാൻ നേരത്ത് അൻവർ റഷീദ് കോഡ് സെറ്റിലായി ലൈഫ് കോടുത്ത് ഇക്ക പറയൂ ഓ ഇവിടെ നീ ആയിരുന്നു അല്ലേ. ഞാൻ വേറൊരു ഓ നീ അപ്പൊ വിഷ്ണു തണ്ടാശ്ശേരി ക്യാമറമാൻ ആണ്. ഞാൻ വിഷ്ണു തണ്ടാശ്ശേരി വിളിച്ചത്. ഓക്കെടാ ഓക്കെ ഇക്ക വെക്കല്ലേ പ്ലീസ് വെക്കല്ലേ വെക്കല്ലേ കിട്ടി. നിങ്ങളൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫോൺ എടുക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ചു നേരം സംസാരിക്കാം. ഇങ്ങോട്ട് വിളിച്ചല്ലേ. അപ്പൊ ഞാൻ കുറച്ചു നേരം സംസാരിക്കും പ്ലീസ്. അതെന്താ വിശേഷം? അതായത് ഇപ്പൊ അറ്റൻഷൻ പ്ലീസ് കണ്ടിരുന്നു. പുള്ളി ഭയങ്കര പുള്ളി അറ്റൻഷൻ പ്ലീസ് തിയേറ്ററിൽ പോയി കണ്ട ആളാന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്. എന്താ അങ്ങനെ സംസാരിച്ച് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വിചാരിച്ചു നിങ്ങള് മറ്റേ അഭിനയിക്കാൻ വിളിച്ച ആളാണ്. പക്ഷെ സങ്കടമായി പോയി. അപ്പൊ അടുത്ത പടം ഒരെണ്ണം നടക്കുന്നുണ്ട്, ഞാൻ ഡയറക്ടർ നമ്പർ അയച്ചു തരാം, ഞാൻ പറഞ്ഞിട്ടാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞ് വിളിച്ചാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ഈ രണ്ട് വലിയ ഡയറക്ടേഴ്സിന്റെ ഒരു എൻകൗണ്ടർ ഇത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര അനുഭവം കേട്ടോ. അത് ഏറ്റവും adventure. നമുക്ക് കുറച്ചേരം സംസാരിക്കാം. എന്തായാലും ഞാൻ നിങ്ങളെ നിങ്ങളെ വിളിക്കും ഫോൺ എടുക്കും. തനിക്കോട്ട് വിളിച്ചല്ലോ കുറച്ചേരം സംസാരിക്കാം. സത്യമായിട്ടുള്ള അത് വല്ലാത്ത അനുഭവം കേട്ടോ. അൻവർക്ക് ഭയങ്കര ഡീലിങ്സ് ഇങ്ങനെ നമ്മൾ സംസാരിക്കുന്നത് എനിക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് നാൾക്ക് മുമ്പ് അൻവർക്ക് ഇങ്ങനെ വിളിച്ചിട്ട് ഞാൻ ഹലോ അൻവർക്കാണോ? അതെ. അപ്പൊ ഞാൻ മുമ്പ് ഇടയ്ക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഹൃദയം കഴിഞ്ഞ സമയത്ത് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇക്ക ചോട്ട മുംബൈ റിലീസ് ചെയ്തിട്ടാണ്. അത് രണ്ടാമത് കണ്ടപ്പോഴാണ് ഭയങ്കര ഇഷ്ടമായത്. ഭയങ്കര ഒരുപാട് കുറെ കൂടെ ഇഷ്ടമായി. ഭയങ്കര സന്തോഷം ഇക്ക. ഓക്കെ ശരിടാ ശരി. എന്നിട്ട് ഞാൻ പറഞ്ഞു ഒരു 4500 രൂപ ഗൂഗിൾ പേ അയച്ചത് മാറിപ്പോയി, ആ പൈസ ഒന്ന് തിരിച്ചിട്ടൊരു സീരിയസ്ലി? അപ്പൊ പുള്ളി പറഞ്ഞ് സത്യം പറഞ്ഞു നീ ചോട്ട മുമ്പിയുടെ കാര്യം പറയാനാണ് വിളിച്ചത്. അതെ ഗൂഗിൾ പേ ഞാൻ അയച്ചത് മാറിപ്പോയി. ഞാൻ വേറൊരു അൻവർ അയച്ചതാണ് ഗൂഗിൾ പേ. പക്ഷെ അത് അൻവർ റഷീദിനായി പോയി. പിന്നെന്തിയെ പറ്റി വിളിച്ചിട്ട് ആദ്യം എന്റെ പൈസ തിരിച്ചാൽ ചോദിക്കാൻ പറ്റുമോ? ഇത് നല്ല ഐഡിയ, നല്ല ഐഡിയ. ഇതിപ്പോ നമുക്ക് പോയി. അല്ല ഞാൻ പറഞ്ഞ 500,000 അതിന് പറ്റൊരാളുണ്ട് ജോഷി സാർ. അല്ല ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു എനിക്ക് പറ്റിപ്പോയി. ക്യാമറ മുന്നിലെ ജോഷി സാറ് വിളിച്ച് ചീത്ത വിളിച്ചു തരും. അതിന്റെ 2000 രൂപ ഉണ്ട്. ഞാൻ പിന്നെ വിചാരിച്ചതേ നേരെ അത് വിഷ്ണുവിനെ വിളിച്ചപ്പോഴാണല്ലോ വിഷ്ണു ഞാൻ വെച്ചാൽ ഇവന് കോൾ വന്നു. അപ്പൊ ഞാൻ അശ്വത് എന്ന് പറഞ്ഞ് ആരുടെ വേറെ സിനിമയിൽ അപ്പൊ വിചാരിച്ചു അത് അശ്വതിയെ വിളിച്ചപ്പോ ഞാൻ അങ്ങനെ വിചാരിച്ചു. അല്ല ഇത് എനിക്ക് റിയൽ സംഭവിച്ചത്. ഞാൻ അന്വേഷിച്ചത് മാറിപ്പോയി ഇക്കൊക്കെ ആയിപ്പോയി. അപ്പൊ നേരെ വിളിച്ചിട്ട് എനിക്ക് അപ്പൊ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ പുള്ളി വേറെ അക്കൗണ്ടിൽ നിന്ന് അയച്ചു തന്നിട്ട് പറഞ്ഞ് എടാ ഓക്കെ അല്ലേ മോനെ എന്ന് പറഞ്ഞ് താങ്ക്സ് സോറി ഞാൻ അറിയാതെ മാറിപ്പോയത്. ഇനിയൊരു അവസരം. ഇത് നല്ല ഐഡിയ കേട്ടോ. എല്ലാവർക്കും പറയാവുന്ന ഒരു ഐഡിയ ആണ്. അതുപോലെ 100-500 അയക്കാം. ഞാൻ ഈ ഒരു 500 രൂപയൊക്കെയാണെങ്കിൽ ഞാൻ വിളിക്കില്ലായിരുന്നു. 4500 രൂപ ഇപ്പൊ പേഴ്സണലി ഒന്ന് വിളിച്ചു നോക്കാന്ന് വിചാരിച്ചു. അയച്ചിട്ട് തരുന്നെങ്കിലും തിരിച്ചു. ഭാഗ്യം പുള്ളി തന്നു. നല്ല മനുഷ്യനാണ്. അതായത് ഇതുപോലെ മറ്റേ നമ്മൾ ഈ മെസ്സേജ് അയക്കാൻ നേരത്ത് കാണില്ല. അപ്പൊ എന്റെ ഒരു ഫ്രണ്ടിന് ഉണ്ടായില്ല. അപ്പൊ ഡയറക്ടറിന്റെ പേര് ഫ്രണ്ടിന്റെ കാര്യം ഞാൻ പറയുന്നില്ല. അപ്പൊ അവൻ പറഞ്ഞിട്ട് അപ്പൊ നമ്മളിങ്ങനെ നമ്മള് മെസ്സേജ് അയക്കാനായിട്ട് ഇവര് കുറെ മെസ്സേജ് വന്ന് കിടക്കുമല്ലോ, അപ്പൊ കാണില്ലല്ലോ. അപ്പൊ ഇവൻ പറഞ്ഞ ഏട്ടാ നീ മെസ്സേജിന്റെ കൂടെ നിന്റെ ഒരു ഫോട്ടോ കൂടെ വെക്കും. ഒരു ഫോട്ടോ വെച്ചിട്ട് നിന്റെ ഫോട്ടോ കാണുമ്പോ ഇതിനല്ല എന്ന് പറഞ്ഞ ഫോട്ടോ വായിക്കും. നിന്റെ മറ്റേ ഇതൊന്നും എടുത്ത് വെക്കൂല്ലോ. മറ്റേ ചിലപ്പോ നമ്മുടെ DP കാണണമെന്നുള്ള മേളിൽ പോയി നോക്കി ഇഷ്ടംപോലെ മെസ്സേജ്. അപ്പൊ അത് നല്ലൊരു ഐഡിയ ആണ്. ഇവർ എന്നിട്ട് ഒരു ഡയറക്ടർ അയച്ചു ഇവന്റെ ചിരിച്ചോണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ താഴെ ഡയറക്ടർ വിചാരിച്ച് മരിച്ചു പോയത്. ഇതൊരു വല്ലാത്ത ഇങ്ങനൊരു ചെറിയ ഫോട്ടോ താഴെ ഇന്ത്യ സിനിമകളൊക്കെ ചെയ്ത ആള് മരിച്ചു പോയി. ഫോട്ടോ പുള്ളിക്ക് ഭയങ്കര പുള്ളി കണ്ടോളൻസ് ഇതിന് വലിയ മഹാഭാവി അങ്ങനെ സീനുണ്ട്. അവന്റെ ഫോൺ എടുത്ത് അവൻ തന്നെ മരണം അറിയിച്ചു. എന്തൊക്കെ അവസ്ഥയല്ലേ. നിങ്ങൾക്ക് അറിയണ്ടല്ലോ. നിങ്ങൾക്ക് അറിയാം. ഞാനും ഇങ്ങനെ അയക്കാറില്ല. ഞാൻ ഇന്നലെ കൂടെ അയച്ചിട്ടിരിക്കാം. നമുക്ക് പിന്നെ ഫോട്ടോ വെച്ചിട്ട് ഫോട്ടോ വെച്ച് അയക്കില്ല. ഇനി ഫോട്ടോ ഇല്ല DP കൂടെ മാറ്റിട്ട് അയക്കണമല്ലോ. ഇനി അത് ഫോട്ടോ വെച്ച് അയക്കുന്നത് അതിന് പുള്ളി എന്നിട്ട് കണ്ടോളൻസ് അയച്ചിട്ട് പുള്ളി ഡിലീറ്റ് ചെയ്ത് പറഞ്ഞു. അപ്പഴാ പുള്ളി വായിക്കുന്നത്. അടുത്ത വർഷം ഈ കണ്ടോളൻസ് അവൻ കണ്ട് അപ്പോഴാണ് അവൻ മനസ്സിലായത് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അവൻ അടുത്ത് പറഞ്ഞത് ഫോട്ടോ വെച്ചൊരിക്കലും ചാൻസ് ചോദിക്കരുത്. അങ്ങനെ ഒരു ഒത്തിരി പാഠം എല്ലാവർക്കും ഭയങ്കര ഗുണം ചെയ്യും. ആളിന് ഇപ്പോഴും കുറെ ആൾക്കാർ പടത്തിൽ വിളിക്കാൻ അതെടുത്തിട്ട് അയ്യോ അതൊരു ടെംപ്ലേറ്റ് അല്ലേ. ഒരു ഫോട്ടോ അതിന്റെ താഴെ പടം ഒരു 5-6 സെന്റൻസിൽ ചെറിയ സാധനം. അപ്പൊ എല്ലാ ഫിലിം ഗ്രൂപ്പുകളിലും ഇങ്ങനത്തെ മെസ്സേജ് വരുന്നത്. അപ്പൊ ഇവരെടുത്ത് മരിച്ചു പോയി എന്നുള്ളത് അങ്ങനെ ഒരു സംഭവം. സ്വന്തം അല്ലല്ലേ. എനിക്ക് പറയുന്നതിന് ബുദ്ധിമുട്ടില്ല. അതിപ്പോ ലാസ്റ്റ് ക്ലാരിറ്റി നമുക്ക് സ്വന്തമായി തോന്നിയതാണ് പറഞ്ഞ ഡയലോഗില്. പക്ഷെ ഇതെല്ലാം വന്ന് ആരുടെ നിന്നാ
ഇവിടെ കിട്ടിയത് അതാ കിട്ടിയത്. ഇവിടുന്ന് എന്റെ റോസാപ്പൂ അല്ല എന്റെ സൂര്യനും പറക്കുന്ന പറയും പ്രാണിയാ. ഇത് നെൽക്കതിരും. ഇതാ, അവിടുന്ന് ഇത് എത്ര കഥയായില്ലേ. അയ്യോ. നിനക്കില്ലേ എനിക്ക് കഥകളൊന്നുമില്ല കഥകളൊന്നും അയക്കാറില്ലേ ഇൻട്രോവേർട്ട് അല്ലേ അയക്കൂല, അവൻ ഇൻട്രോവേർട്ട് അല്ലേ അയക്കൂല, മെസ്സേജ് അയക്കുന്നില്ല ഇൻട്രോവേർട്ട് അതിനറിയോ അയക്കൂല. സാർ അപ്പൊ ഇങ്ങനെ ഡയറക്ടേഴ്സിനൊക്കെ എവിടെയൊക്കെ വെച്ച് കാണുമ്പോ സാർ ഞാനൊരു മെസ്സേജ് വിചാരിച്ചു കഴിക്കാൻ പറ്റില്ല, ഞാൻ ഇൻട്രോവേർട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഡയറക്ടർ മെസ്സേജ് നമ്മള് ബുദ്ധിമുട്ടിക്കുന്നില്ലല്ലോ അപ്പൊ അവനൊരു ചാൻസ്. അത് വേറെ ബുദ്ധിയാട്ടോ, അത് വേറെ ബുദ്ധിയാണ്. ബുദ്ധികളാ ഇത് ഭയങ്കര പൈസ വെച്ച് തീരെ ഞാൻ വെച്ച് വേറെ പേരായിരിക്കുന്നു, അതൊക്കെ പേരായിരിക്കുന്നു. അത് ആ സിനിമ റീ റിലീസ് നടന്നില്ലായിരുന്നെങ്കിലും അപ്പൊ അത് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ എന്നിട്ട് ഈ അയച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഇങ്ങനെ ആലോചിച്ചു എന്ത് പറഞ്ഞത് തിരിച്ചു വാങ്ങിക്കും. അപ്പോഴാണ് എന്റെ മൈൻഡിൽ വന്നത് ചോട്ടാ റിലീസും കൂടെ ആയല്ലോ. അപ്പൊ ആദ്യം പോയി കണ്ടിട്ടുമില്ല. ഞാൻ കണ്ടു. കണ്ടായിരുന്നോ? ഞാൻ കണ്ടു. ഓക്കെ കണ്ട് എന്തായാലും ഞാൻ കണ്ടു. അപ്പൊ പിന്നെ സീരിയസ്ലി ഒന്നുകൂടെ ചോദിച്ചാൽ ഫോൺ എടുത്തത് ഫോൺ എടുത്തില്ലായിരുന്നെങ്കിൽ കയ്യിൽ നിന്ന് പോയത് പണി പാളിയത്. പൈസയും പോയാ ചോട്ടാ ടിക്കറ്റിന്റെ പൈസയും പോയാ പിന്നെ ഒന്നുകൂടെ ചോദിച്ചാൽ അല്ല നീ അല്ല ഞാൻ അതിനു മുമ്പ് ഞാൻ ഹൃദയം തൊട്ടേ ഞാൻ ഇതുപോലെ ഈ റോസപ്പൂവും കാര്യങ്ങളും ഒക്കെ ഇക്കയ്ക്ക് ആ സമയത്ത് ഞാൻ അയച്ചിട്ടുണ്ട്. അന്ന് എന്നെ അറിയിക്കയ്ക്ക്. അപ്പൊ പക്ഷെ കുറെ നാൾ ആ ഗ്യാപ്പിന് ശേഷം പിന്നെ അയക്കുന്നത് ഇതാ. അപ്പൊ പിന്നെ അയച്ചും പോയി എന്ത് പറയും എന്നുള്ളൊരിതായിപ്പോയി. അപ്പൊ ഞാൻ ഇത് കാണുകയും ചെയ്തു. അപ്പൊ നേരിട്ട് വിളിച്ച് ഉടനെ തന്നെ എന്റെ പൈസ അയച്ചു കഴിഞ്ഞ് തിരിച്ചു തരണേ എന്ന് പറയുമ്പോ അദ്ദേഹത്തിനൊരു ഇത് തോന്നിയാലോ എന്ന് അല്ല ഇവൻ നീ പൈസ അയച്ചു കൊടുത്തിട്ട് വിളിച്ചടാ കടത്തണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പിന്നെ 4,500 രൂപ ഇട്ടിട്ടുണ്ടാ ഒറ്റക്കെട്ടി. ഈശ്വര അഗ്രാവാചമാക്കി അങ്ങനെ ഉണ്ടാവാൻ വിഷ്ണുവിന്റെ കഥ നോക്കണ്ടില്ലേ? പൈസ ചോദിച്ചു അല്ല ഇടക്കിടക്ക് പറയണം എന്തറേ നീ തന്നടാ എനിക്കത് മനസ്സിലായി. പക്ഷെ നീ ഇങ്ങനെ എപ്പോഴും വിളിച്ചോണ്ട് പൈസ ചോദിക്കും. 4,000 അല്ലേ മേടിച്ചത്, 4,500 അങ്ങനെയൊക്കെ ഉണ്ടാകും. കഥ ഏ റൂട്ടിലേക്ക് അനുഭവങ്ങൾ ഒത്തിരി കാണുന്നത്. അല്ല ഓരോ സിനിമയിലേക്ക് എത്താനുള്ള ഒരു ഇതാട്ടോ, അത് പറയാനില്ല. നമുക്ക് എത്താൻ വേണ്ടി പല അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായവരാണ് കൂടുതലാണ്. അല്ല ഈ എനിക്കൊന്ന് ഈ സിനിമയുടെ ഞാൻ ആ പോസ്റ്റർ ശ്രദ്ധിക്കുകയാണ്. ഈ ചാൻസ് ചോദിച്ചും ദണ്ണിച്ചിട്ടും ഒക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ. നമ്മളെല്ലാരും അങ്ങനെ സിനിമയെ സ്നേഹിച്ച് സിനിമയിൽ സർവൈവ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഈ പറയുന്ന എല്ലാത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതും അതിലൂടെ വന്ന ആൾക്കാരാണ്. അപ്പൊ അവരുടെ ഒരു കൂട്ടായ്മയുടെയാണ് നിധിയും ഭൂതം എന്നുള്ളത്. അത് ഞാനിപ്പോ പോസ്റ്റ് നോക്കുമ്പോഴാണ് എനിക്ക് ആ ഒരു സാധനം കിട്ടിയത്. കൃത്യമാണ്, എല്ലാവരും അങ്ങനെ തന്നെയാലോ. നമ്മള് സിനിമകൾ ഒരിക്കലും സിനിമ നമ്മളെ തേടി വരുന്ന കാലം വളരെ തേടി പോകുന്നതാണ് സിനിമ. ആ പോക്ക് നമുക്ക് ഫലം കാണുന്നു, ചിലത് നമുക്ക് കിട്ടാതെ പോകുന്നുള്ള സംഗതി. മെസ്സേജ് അയച്ച് അങ്ങനെ വല്ല അനുഭവം ഉണ്ടോ? അല്ലല്ല എന്റെ സന്തോഷം ഇത് എങ്ങനെയെങ്കിലും ടാഗ് ചെയ്തിട്ട് ഈ അൻവർഷിത് കാണും. അപ്പൊ അമ്മുക്ക ഇതില് അങ്ങനെ ഒരു സന്തോഷം ഉണ്ട് എനിക്കിപ്പോ. സീരിയസ്ലി അമ്മുക്കാരുടെ അടുത്ത് എത്തുമല്ലോ ഈ പരിപാടി. അതെ, ഞാൻ തന്നെ അയച്ചു കൊടുക്കുന്നു. പക്ഷേ ഇവിടെ നടന്നത് മാത്രമേ വേറെ ടാഗ് ലൈൻ വേറെ ഒന്നും വെക്കരുത് മാത്രമേ. ശ്രീത്ത വേറെ ഒന്നും കൊടുക്കല്ലോ കേട്ടോ. അമേരിക്കയുടെ ജിപേ 4,500 ഒരു 10 വട്ടം നല്ല ഐഡിയ. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഞാൻ വിളിക്കും. അത് നിന്നെ ഇങ്ങോട്ട് വിളിക്കും. നീ ഒറ്റ കാരണം എന്റെ അക്കൗണ്ട് ഇവിടെ ബ്ലോക്ക് ആയിട്ട് എല്ലാരും എനിക്ക് അയച്ചിരുന്നു. മൊത്തത്തിൽ എണ്ണിയപ്പോ ഒരു 4.5 ലക്ഷം രൂപ അനുഭവങ്ങളാ. അൻവർഷീദിന് 4,500 രൂപ കടം കൊടുത്ത ഇത് അയച്ചോളൂ. ഞാൻ എന്താണ് അൻവർഷീദിന് അയച്ചു കൊടുക്കും. അതെ കാണട്ടെ പുള്ളി. അങ്ങനെ നമ്മുടെ ഫേസ് ഒന്നും കൂടെ പുള്ളിയുടെ മൈൻഡിൽ കയറുമല്ലോ. ചാൻസ് പറഞ്ഞത് സത്യസന്ധമായ എന്നുള്ള പുള്ളിക്കാരാണല്ലോ. സത്യസന്ധമായിട്ടും അദ്ദേഹം പെരുമാറിയതുകൊണ്ടാണ് എനിക്ക് അത് തരാതിരുന്നില്ലല്ലോ. അപ്പൊ തന്നെ എടുത്തിട്ട് കാര്യം എന്തെന്ന് ചോദിച്ചു. അത് എക്സ്പെക്ട് ചെയ്യുന്നില്ല ഞാൻ. എനിക്ക് അങ്ങോട്ട് വിളിക്കാനൊരു മടിയായതുകൊണ്ടാണ് ഞാൻ അയ്യോ ഇത് എടുക്കുവോ എന്ന ഒരുപാട് കൺഫ്യൂഷൻസ് എനിക്ക് ഉണ്ടായിരുന്നു. ഇത്രയുള്ള പ്രശ്നം. ഓക്കെ അൻവർഷീന്റെ വലിയ വലിയ അക്കൗണ്ടിൽ വന്നോണ്ടിരിക്കുന്ന അതാണ് അതിന്റെ പ്രശ്നം. അല്ലെങ്കിൽ അതിന് മുമ്പ് അയച്ചേനെ, ഉറപ്പായിട്ട് അയച്ചേനെ.
ഒരു അനീഷ് അങ്ങനെ പൈസ ഒന്നും അയച്ചു കൊടുത്തിട്ടില്ല, നേരിട്ട് പോയി ചോദിച്ചിട്ടുണ്ട്. നേരിട്ട് പോയി ചോദിച്ചിട്ടുണ്ട്, ഈ പറഞ്ഞ പോലെ ഫോൺ ചെയ്തിട്ട് കൊടുക്കാറുണ്ട്. നേരിട്ട് പോയി ചോദിച്ചിട്ടുള്ള അനുഭവം എന്താ? നേരിട്ട് പോയി ചോദിച്ചിട്ടുള്ള നല്ല അനുഭവങ്ങളുണ്ട്, തിക്താനുഭവങ്ങളുണ്ട്. സ്വാഭാവികത എല്ലാവർക്കും ഉണ്ടാകുന്ന പോലത്തെ തിക്താനുഭവങ്ങളും നല്ല അനുഭവങ്ങളും. ഒരു അനുഭവം പറഞ്ഞു. തിക്തോണവർക്ക് ആവശ്യം അത് ഞാൻ ഇക്കാലത്ത് പറഞ്ഞിട്ട് അത് നല്ല അത്യാവശ്യം നല്ല വൈറലായിട്ട് പോയതാ. ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ അതൊന്നുകൂടെ ഒന്ന് ഞങ്ങൾ ലിങ്ക് ടാഗ് ചെയ്യാം. അനീഷ് തുറന്നു അല്ല, ഞങ്ങളൊരു ഇന്റർവ്യൂ എടുത്തു, ഭയങ്കരമായിട്ട് മനസ്സ് തുറന്ന് സംസാരിച്ച ഒരു സംഭവമായിരുന്നു. ഭയങ്കരമായിട്ട് ഒത്തിരി പേർക്ക് ഫീൽ ചെയ്ത ഒരു സാധനമാണ്. അത് എല്ലാവരുടെ അനുഭവത്തിലും ഉണ്ടാവും. ഒരു വ്യക്തി എന്നുള്ള പറഞ്ഞാൽ ഞാൻ ഇതിൽ തന്നെ എത്ര പേർക്ക് ഉണ്ടാവും റിജക്ഷൻ എന്ന് പറയുന്ന സാധനം, സ്വാഭാവികമല്ലേ? കാരണം അത്ര പേര് നിൽക്കാണ് ക്യൂ പിന്നില്. പക്ഷെ എനിക്ക് ഭയങ്കര, കാരണം ഞാൻ അനീഷിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിക്കാൻ. അല്ല പക്ഷെ അത് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. പിന്നെ ആരാണ് എനിക്ക് അതായത് ഇപ്പൊ നമ്മളെ ഈ യൂത്തിൽ നിൽക്കുന്ന ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റ് മീൻസ് പേര് പറയാത്തത്, പക്ഷെ അങ്ങനത്തെ ആൾക്കാർ വരെ വിളിച്ചിട്ടുണ്ട് ഇത് അറിഞ്ഞിട്ട്, മീൻസ് ഇത് കണ്ടിട്ട്. അതെ, അത് വല്ലാത്തൊരു ഞാൻ അവരൊക്കെ ഇങ്ങനത്തെ എല്ലാം പ്രോഗ്രാം കാണുന്നുള്ളതും അപ്പോഴാണ് മനസ്സിലാവുന്നത് എനിക്ക്. അല്ല എനിക്ക് ഭയങ്കര ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ റിജക്ഷൻ എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. അത് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. റിജക്ഷൻസ് നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഓരോരുത്തർ ആ സമയത്തെ മൂഡ്. ഞാൻ പറഞ്ഞപ്പോ ഒരു ഫ്ലോയിൽ അന്ന് പറഞ്ഞു, പക്ഷെ അത് സത്യം പിന്നെ ആലോചിച്ചപ്പോ ശരി അന്നത്തെ ആളുടെ മൂഡ് അതായിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻ. ഇനിയിപ്പോ ഈ പറഞ്ഞ ചർച്ച വീണ്ടും പറഞ്ഞ പോലെ വീണ്ടും അത് എടുത്ത് നേരിട്ട് പോയിട്ട് ഇറക്കി വിടുന്ന സിറ്റുവേഷൻ ഒക്കെ മനസ്സിൽ നമ്മളങ്ങനെ ചെയ്യില്ലായിരിക്കാം, പക്ഷെ ഓരോരുത്തരോരോ മൂഡ് ആ സമയത്ത് അത്രേ ഉള്ളൂ. അതൊക്കെ ഷെഡിലും കയറി. അതാണ് ദൈവം എന്ന് പറയുന്നത് മുകളിലുണ്ടെന്ന് പറയുന്നത്. നമ്മൾക്ക് വിശ്വസിക്കുന്നത് അങ്ങനെയാണല്ലോ. അപ്പം നമുക്കുണ്ടായ അനുഭവം, നമ്മൾ പ്രതികരിക്കാതെ ഇറങ്ങിപ്പോയി ആ സങ്കടങ്ങളുണ്ടല്ലോ, അത് ദൈവം കേൾക്കും. അപ്പോൾ ദൈവം അദ്ദേഹത്തെ ഷെഡിൽ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്. ഷെഡിൽ നിന്ന് ഇറങ്ങി വരട്ടാന്ന് മനഃപൂർവ്വമായി ആരെയും വിഷമിപ്പിക്കാതെ. എനിക്ക് ഇതില് മറ്റേ സംഭവത്തിൽ ഏറ്റവും ഇഷ്ടം സന്തോഷം തോന്നുന്ന ഒരു കാര്യം വീണ്ടും ആലോചിക്കുമ്പോൾ, ഞാൻ ആ വ്യക്തിയുടെ ഫ്ലാറ്റിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങുന്നു. അപ്പോൾ 2 പിള്ളേരുണ്ട് മറ്റേ ഇതിൽ ലിഫ്റ്റിൽ നിൽക്കുന്നുണ്ട്, ഈ മറ്റേ അർജന്റീന ജേഴ്സി ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ അവരെ കണ്ട് ഇങ്ങനെ നോക്കുക. അപ്പൊ എന്റെ കണ്ണ് ഫുൾ അറിഞ്ഞ് ആകെ തകർന്ന് വരികയാണ്. അപ്പൊ ഉമ്മാരെ എന്താണ് എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് പറയാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് ഇറങ്ങി ഞാൻ നടക്കുക. അപ്പൊ എൻ്റെ അടുത്ത് വണ്ടിയൊന്നുമില്ല. അപ്പൊ ഞാൻ നടന്ന് പോകുമ്പോഴാണ് നേരെ ഓപ്പോസിറ്റ് ഫ്ലാറ്റിലൊരു ഓട്ടോ ഡ്രൈവർ ഒരു ആളെ ഇറക്കിയിട്ട് നേരെ വരുന്നത്. ഇയാൾ മുന്നോട്ട് പോയിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് അളിയ, അപ്പൊ ദൃശ്യത്തിൽ അളിയൻ എന്നുള്ള ഒരു ഇമേജിൽ അളിയ എന്താ എവിടെയെന്ന് വെച്ചു. അപ്പൊ ഞാൻ ഞാൻ ഒരാളെ കാണാൻ വേണ്ടി വണ്ടി എന്നാ കയറുന്നുണ്ട്, വണ്ടി ഇല്ലേന്ന് വെച്ചു. ഇല്ല പറഞ്ഞു. വണ്ടി കയറുന്നു പറഞ്ഞു. വണ്ടി കയറിയപ്പോഴാണ് ആള് ഇങ്ങനെ മുന്നോട്ട് വന്നിട്ട് തിരിഞ്ഞിട്ട് വീണ്ടും ചോദിച്ചു, എന്താ കണ്ണൊക്കെ ഇങ്ങനെ എന്താ കരഞ്ഞ, എന്താ പ്രശ്നം എന്താന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ സംഭവം എന്ന് പറഞ്ഞ് വളരെ ലൈറ്റ് ആയിട്ട് പറഞ്ഞപ്പോ കൊച്ചിക്കാരനാ അടിക്കണമെന്ന് ചോദിച്ചു. പുള്ളി കൊണ്ടുപോയത് ഈ നമ്മുടെ മേനകയുടെ അവിടെ മറ്റേ ഇതുണ്ടല്ലോ, സിസറും മറ്റേ ഇത് മറ്റേ കുലുക്കി സർമ്മത്തൊക്കെ കിട്ടണേ, അവിടെ കൊണ്ടുപോയി പുള്ളി എനിക്കൊരു സിഗരറ്റ് തന്നു. ഞാൻ പറഞ്ഞില്ല വലിച്ചു. എന്റെ പൊന്നളിയാ, നിങ്ങളുടെ ടൈമാണ് എനിക്ക് വരാൻ പോകുന്നത് പറഞ്ഞിട്ട് ഭയങ്കര പോസിറ്റീവ് എനർജി. ടൈം വരില്ലേ അതൊക്കെ പിന്നീടുള്ള സാധനം. പക്ഷെ പുള്ളി തന്നൊരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ, തകർന്നിരിക്കുന്ന ഒരു ഓട്ടോച്ചേട്ടൻ, ഒരു 50 വയസ്സുള്ള. സീരിയസ്ലി എനിക്ക് ആ സമയത്ത് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ആരാണെങ്കിലും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പൊട്ടിക്കറിയും, ചിലപ്പോൾ നമ്മൾ ഭയങ്കര റിലാക്സ് ആവും. ഞാൻ ഭയങ്കര റിലാക്സ് ആയി ആ ഒരു സിഗരറ്റും അയാളുടെ ടോക്കും. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അത് സിനിമയായിട്ട് ഒരു ബന്ധമില്ലാത്ത, സിനിമ തിയേറ്ററിൽ പോയി കാണുന്ന ഒരാള് നമുക്ക് തന്നൊരു കോൺഫിഡൻസ്. അത് നമ്മൾ ചെയ്തു വെച്ച കഥാപാത്രം കണ്ട് തിരിച്ചറിഞ്ഞ ആള്. തീർച്ചയായും അതാണ് മൊത്തത്തിൽ ഭയങ്കര സിനിമാറ്റിക് സാധനമാണ്. സിഗരറ്റും വലിച്ച് ആ സോഡ നാരങ്ങ ആ ചൂട് വെള്ളം കുടിച്ചിട്ട് നോക്കും, അല്ലെ തണുത്ത വെള്ളം കുടിച്ചിട്ട് നോക്കും, പുള്ളിക്കൊരു ചിറക്. അല്ല ഈ സിനിമയുടെ മാജിക് സിനിമയുടെ അല്ല ഈ സിനിമയുടെ മാജിക് ഇത് വേറെ മൂടാത്തൊരു ഇനി വിഷ്ണുവിന്റെ ഒരു ഇന്റർവ്യൂവിൽ ഇരുത്താതെ ഒരു ഇന്റർവ്യൂ ക്ലിക്കാവില്ല പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. അല്ല ഇത് ജീവിതയാത്രയാണ്. അല്ല ഇത് ഞാൻ പറഞ്ഞു, ഇതിന്റെ മാജിക് എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഈ എന്നെ ഇറക്കി വിട്ട അദ്ദേഹത്തിന്റെ സിനിമയിൽ തന്നെ എനിക്ക് ചിലപ്പോൾ അദ്ദേഹം ചാൻസ് തരുമായിരിക്കും. സീരീസ് പറയും ഇതൊക്കെ സിനിമയുടെ ഇതൊക്കെ അങ്ങനെയാണ്. ആർക്കും ആരോടും ശത്രുതൊന്നും ഇല്ലല്ലോ. പുള്ളി നായകനാക്കി വെച്ചോണ്ടുള്ള പടത്തിലായിരിക്കും അതിന്റെ കൺക്ലൂഷൻ അങ്ങനെ ആയിരിക്കും തോന്നുന്നു. എനിക്കൊന്നുമില്ല, ഇതൊക്കെ പുള്ളി കേൾക്കണം അങ്ങനെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആവട്ടെ.
ആ ഷെഡിൽ പോയിരിക്കണ അതിന് വേണ്ടി ഈ കഥ ഒന്ന് അല്ല, ആ പടത്തിൽ നമ്മളൊക്കെ അഭിനയിക്കാൻ പോയി. എന്നിട്ട് മറ്റേ ഓട്ടോക്കാരനില്ലേ ആ പുള്ളിയെ തിയേറ്ററിൽ കാണുന്നുണ്ട്. മറ്റേ ഓട്ടോക്കാരൻ തിയേറ്ററിൽ കാണുന്നുണ്ട്. ഓട്ടക്കാരന് കറക്റ്റ് ആളെ അറിയാം ആ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയേക്കണ അല്ല, ഞാൻ പക്ഷേ ആ ഓട്ടക്കാരനോട് ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ പേര് പറഞ്ഞിട്ടില്ല ആളുടെ. അവരറിയാം. അത് പറയാൻ പറ്റില്ല, പുള്ളി അഡ്രസ് തിരഞ്ഞു പിടിച്ച് പോയി തല്ലും. അത് അനീഷ് പറഞ്ഞ തല്ലിയെന്നും പറയുന്നത്. പറയാൻ പറ്റില്ല, പുള്ളി ചിലപ്പോൾ ചെയ്യുന്നത്. ചെയ്തു, അല്ല, കാരണം വളരെ നിഷ്കളങ്കമായ വളരെ ജെന്യൂൻ ആയിട്ടുള്ള ആള്. ഷെഡിക്കേറ്റ് അല്ലല്ലോ. അല്ല, അത് പറ്റില്ല. പറയാൻ പറ്റില്ല, ഷെഡിൽ കയറുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഇടിച്ച് ഷെഡിൽ കയറിയല്ല, അല്ല അങ്ങനത്തെ പൊളിഞ്ഞു പോയിട്ട് ഷെഡിൽ കയറിയതാ. അതൊക്കെ ഒരു അനുഭവം അല്ല, അങ്ങനത്തെ കുറെ എക്സ്പീരിയൻസസ് ഉണ്ടാവുമല്ലോ ലൈഫിൽ. സിനിമ ആഗ്രഹിച്ച് പോകുന്ന ആൾക്കാർക്ക് ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവും ലൈഫ്. അല്ലാതെ കയറി ചെന്ന് പറഞ്ഞെടുത്ത് അല്ല, അത് നേരിടാൻ തയ്യാറാണല്ലോ നമ്മൾ. അതെ, അതെ. അങ്ങനെയല്ല, നമുക്ക് നിക്കണമെങ്കിൽ നിൽക്കണമെങ്കിൽ അതൊക്കെ എല്ലാം അനുഭവിക്കണം. ഇതൊക്കെ അനുഭവിക്കണം. പല ആൾക്കാരും അനുഭവിച്ചിട്ടാണ് ഓരോ ലെവലിൽ എത്തിയിട്ടുള്ളത്. ഇതിനപ്പുറത്തുള്ള അനുഭവങ്ങൾ. ബെസ്റ്റ് ആക്ടറിൽ പറയുന്നത് ഇവിടെ ധനിച്ചും ചാൻസ് വെച്ചിട്ട് തന്നെയാണ് ഇവിടെ വളരെ correct. കറക്റ്റാണ്. അങ്ങനെ അനുഭവങ്ങൾ ഇല്ലാത്തവരാരും ഇല്ല. സിനിമ ഓരോരുത്തർ ഏറ്റക്കുറിച്ച് ഉണ്ടാവും മാത്രം, അത്രേ ഉള്ളൂ. അല്ല, എനിക്ക് അനീഷിന്റെ വിഷയം, അനീഷ ഒരു സിനിമയിൽ ഹിറ്റ് അടിച്ച് നിൽക്കുന്ന സമയത്ത് നിൽക്കുന്ന സമയത്ത് എനിക്ക് മാനസികമായിട്ടുണ്ടായ ഒരു ബുദ്ധിമുട്ട് ആ ഇന്റർവ്യൂ എടുക്കും. ഹിറ്റ് അടിച്ച് പുള്ളിനെ പുറത്തിറങ്ങിയാൽ ഏത് കുട്ടികളും തിരിച്ചറിയുന്ന കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ പോയി ചോദിക്കുമ്പോഴാണ് ആരാന്ന് ചോദിച്ചപ്പോൾ ഉള്ള ഒരു അനുഭവം. അതിന് വേണ്ടി മലയാളത്തിലെ ഏറ്റവും വലിയ ഫേമസ് ഡയറക്ടർ, ഇത്രയും ഏജും കൊണ്ടും എല്ലാം നിൽക്കുന്ന ജോഷി സാറ് അതേ സെയിം സമയത്ത് എന്ത് നല്ല സ്വീകരണം തന്നെ എനിക്ക്. മീൻസ് അത് നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. അതിന്റെ തൊട്ടടുത്ത ദിവസം ഇത് സംഭവിച്ചു. അതാണ് സാർ. അതോടെ സത്യം പറഞ്ഞ ചാൻസ് ചോദിച്ച് വീട്ടിൽ കയറുന്ന പരിപാടി നിർത്തി. ഇതിന് നല്ല പട്ടിനെ കൊണ്ട് കടുപ്പിക്കരുത്. മാനസികമായി തകർക്കുന്നത് ഭയങ്കര പ്രശ്നമാണ്. അല്ല, നമ്മുടെ കോൺഫിഡൻസ് അറിഞ്ഞിട്ടുണ്ടാവില്ല. വിഷ്ണുവൊക്കെ കണ്ടാണ് ഇന്റർവ്യൂ കാണാത്തോണ്ടാണ് നിങ്ങൾക്ക് അത്രയില്ല. ഇപ്പൊ പറഞ്ഞില്ലല്ലോ, ഇതിലൊന്നും പട്ടിയെ കൊണ്ട് കടിപ്പിക്കുവാണെങ്കിൽ എന്ന് പറയുമ്പോൾ എന്തുമാത്രം ഫീൽ ചെയ്തായിരിക്കും. അല്ലടിയാ, ഈ മാനസികമായി നമ്മളെ തകർന്ന് നമ്മുടെ കോൺഫിഡൻസ് തകർക്കുന്നതാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. സീരിയസ്ലി അത് വലിയ ഓട്ടോക്കാരന്റെ എൻട്രി ഭയങ്കര ഗംഭീരമാണ്. ആ സമയത്ത് എനിക്ക് കിട്ടിയ ഈ മാലാഖന്നായിരുന്നു ചെറുകിന്റെ സാധനം. ഇത് സിനിമ ക്യാമിയോ ആ ക്യാരക്ടർ. ബിജുക്കുട്ടർ വെച്ചത് ഒരു സിനിമയായി ബിജുക്കുട്ടനായി ക്യാരക്ടർ പോലും അറിയാതെ അയാൾക്കൊരു ക്യാരക്ടർ. ഈ പ്രൊഡ്യൂസറിന്റെ ബുദ്ധിമുട്ടാണോ? അത് നമുക്ക് നോക്കാം. 4500 അയച്ചിട്ടുണ്ടോ? 4500 രൂപ ഓൾറെഡി ഇങ്ങോട്ട് കിട്ടിയില്ലേ ടോക്കൺ. അത് ആക്ച്വലി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഇപ്പൊ ഒരുപാട് 4500 വരും. പിന്നെ അതിനുള്ള ഫണ്ട് ഞങ്ങൾ തമ്മിൽ ആ ഒരു ബാങ്കിങ് കണക്ഷൻ അനുഭവിച്ച് ഇങ്ങനെ ഒരു കൂട്ടായ്മ സിനിമ ഉണ്ടാകട്ടെ. സിനിമകളല്ലേ വേണ്ടത്, നമുക്ക് നല്ല സിനിമകൾ കിട്ടണം, നല്ല കഥകളും കിട്ടണം. ഇതിൽ വലിയ കഥയൊന്നുമില്ല. ഇതിൽ അനുഭവം, നമ്മൾ ഈ ഇന്റർവ്യൂവിൽ മൊത്തം അനുഭവങ്ങൾ, നമ്മളൊരു ഇന്റർവ്യൂ പോലെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു പരസ്യവോട്ടിൽ ഷൂട്ടിംഗ് ലൊക്കേഷൻ പേര് സംസാരിച്ച പോലെ വിഷ്ണു കൂട്ടുകാരും അങ്ങനെ ഒരു സംഭവമാണ് എനിക്ക് ഇതിനകത്ത് അനുഭവം ഉണ്ടായത്. എന്തായാലും സിനിമകൾ പലതും വരും, ചിലത് വിജയിക്കും, ചിലത് പരാജയപ്പെടും. ആ വിജയവും പരാജയവും ഒന്നുമല്ല, നമ്മൾ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കും. നമുക്കറിയാവുന്ന തൊഴിൽ സിനിമ അഭിനയമാണെങ്കിൽ അഭിനയിച്ചുകൊണ്ടിരിക്കും. അത് ചാൻസ് നമുക്ക് കിട്ടും. നമ്മൾ ഇനിയും ചോദിക്കും, നമ്മൾ ഇനിയും വീണ്ടും ചോദിക്കും. വേറെ ഓട്ടക്കാരൻ വരും. അതെ, നെൽക്കതിരും പ്രാവുകളൊക്കെ ഇനിയും പറക്കും. പറക്കില്ലേ? പിന്നെ ഉറപ്പായിട്ടും ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചാലോ വരുന്നത്. പക്ഷെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ട് ഈ കഥകള് അത് ഭയങ്കര ക്ലാസ് ആണ്. സീഡിങ് ചക്രം ഒക്കെ ആയിരുന്നു കേട്ടോ. ഒരു കയ്യില് മറ്റേ വീഡിയോ സ്വാഭാവികമാണല്ലോ. ആ മേനകയിൽ പോയി കുടിച്ച നാരങ്ങാവുള്ളൂ ഫലം ഇവിടം വരെ എത്തിയിട്ടുണ്ട് വീണ്ടും. അല്ലെങ്കിൽ അന്ന് തളർന്നെങ്കിലോ ഞാൻ ഹിറ്റായതൊക്കെ സ്വാഭാവികമായിട്ട് ആഘോഷിക്കും. പരാജയപ്പെടുമ്പോ ആർക്കും എല്ലാവർക്കും ഒരു കഥ മാത്രമാണ്. ഹിറ്റാകുമ്പോ ഇതൊക്കെ ഒരു വലിയ അനുഭവം അല്ലേ? അത്രേ ഉള്ളൂ. അത് തീർച്ചയായും മറ്റേ വിനീതേട്ടൻ വർഷങ്ങൾക്ക് ശേഷം ചെയ്ത പോലെ അങ്ങനത്തെ ഒരു സാധനം കഴിഞ്ഞിട്ട് കഥയൊക്കെ അന്നത്തെ അത്രേ ഉള്ളൂ സംഭവം. ആഘോഷിക്കണമെങ്കിൽ നമ്മള് വിജയിക്കണം, പറയുന്നവൻ അപ്പൊ ആഘോഷിക്കുന്ന. അല്ല, ആഘോഷിക്കുന്ന നമ്മള് വിജയം, നമ്മളെ വിജയം ആഘോഷിക്കാൻ കുറെ പേരുണ്ടാവും. നമ്മുടെ
പരാജയം കഥ ഒരു കഥ മാത്രമാണ്. വളരെ നമ്മുടെ കൂടെ ഒന്ന് നമുക്ക് നല്ലവർക്ക് വളരെ എണ്ണാവുന്ന സുഹൃത്തുക്കളുണ്ടാവും. ആ സുഹൃത്തുക്കൾ എന്നും ജീവിതത്തിൽ ഇപ്പൊ നിങ്ങൾ പോയിട്ട് ഒരു നിങ്ങളുടെ വിഷമം ഒരു 10 ആളോട് പറഞ്ഞു നോക്കിയാൽ അവർക്കതൊരു ഓക്കെ അതാണ് നിങ്ങളുള്ളിൽ മാത്രമേ ആ സാധനമുള്ളൂ, സത്യമുള്ള സാധനം അത്. ബാക്കിയുള്ളവർക്കൊക്കെ ചിലപ്പോൾ പല രീതിയിൽ കോമഡി ആയിരിക്കും, മീൻസ് പല രീതിയിൽ അങ്ങനെ എടുക്കുന്ന സ്വന്തം അനുഭവം ചിലപ്പോൾ ഫീൽ ചെയ്യും ആൾക്കാർക്ക്. എന്തായാലും നല്ലൊരു സിനിമയുടെ ഭാഗമാണ്. നമ്മൾ സിനിമയിലേക്ക് ഇത് നിധിയും ഭൂതമായിട്ട് ഒത്തിരി നമുക്ക് സിനിമ കാര്യങ്ങൾ പറയാൻ പറ്റില്ല എന്ന് ആദ്യം തൊട്ട് പറഞ്ഞാൽ അല്ല ഈ ഫണ്ട് സിനിമയിലും ഉണ്ടാവും. അതായത് ഈ ഗാങ്ങിന്റെ ഒരു ബോണ്ടില്ല അത് സിനിമയിലും. സിനിമയ്ക്കുള്ളിലെ ആൽബം സോങ് ഷൂട്ട് ചെയ്യാൻ വരുമ്പോൾ ഈ പറയാനുള്ള ഡയറക്ടർ ഇറക്കി വിട്ടിട്ടുണ്ടോ, സീറ്റ് മേടിക്കാൻ ഈ ബൈക്കുകാരൻ വന്നിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ സിനിമ കണ്ട് തീരുമാനിക്കണം. സിനിമ കണ്ട് തീരുമാനിക്കണം. ഈ പറഞ്ഞ ജീവിതകഥ സിനിമയിലുണ്ടെങ്കിൽ ഉള്ളിലെ ഡയറക്ടർ അടി ഉറപ്പാ ഇറക്കി വിട്ടിട്ടുണ്ട്. ഇത് അടിക്കാത്തവനെ പോലും അടിപ്പിക്കാൻ വേണ്ടി ആഹ്വാനം കൊടുക്കുന്ന പോലെ ആഹ്വാനം കൊടുക്കുന്ന അപ്പം വിഷം തുടങ്ങിയില്ല അവക്ക്. ഉറപ്പല്ലേ? ഇനി ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ എന്റെ നമ്പർ തിരിച്ചു തരൂല, തിരിച്ചു തരില്ല കേട്ടോ. തരുന്നവർക്ക് അയച്ചിട്ടേ കാര്യമുള്ളൂ. കൂട്ടി ചോദിക്കുകയും ചെയ്യല്ലോ അല്ലേ. മറ്റേ അനുഭവങ്ങളാണ്. അല്ല ഞാൻ വേറൊരു ഹൈദരാബാദിക്കാണ് അയച്ചതെന്ന് കള്ളം പറയാൻ പറ്റില്ല. അല്ല ഇങ്ങനത്തെ ഒരു പീസല്ലേ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എന്തായാലും തെറ്റിപ്പോകാൻ പുള്ളി തിരിച്ചു ആളെ പറയാൻ പറ്റുന്ന കള്ളം ഹൈദരാബാദ് ഹൈദരാബാദുള്ള അല്ല ഞാൻ അങ്ങോട്ട് തിരിച്ചൊരു ചോദ്യം, നിങ്ങൾ ഡയറക്ഷൻ ചെയ്യാനുള്ള പരിപാടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇറക്കി വിടുമോ? ഒരിക്കലും ഇല്ല. എവിടെ വരുന്ന ആളിനെ പിടിച്ചൊരു ഇന്റർവ്യൂ അത് കറക്റ്റാ. അവിടെ ഒരു ഇന്റർവ്യൂ എടുത്ത് നമുക്ക് നോക്കാം. അപ്പൊ ഒരു കണ്ടന്റ് വന്നപ്പോ ഇവിടെ ഇരുന്നപ്പോ എന്ത് തോന്നുന്നു? ഒരു കണ്ടന്റ് ഉറപ്പല്ലേ ഒരു കണ്ടന്റ് ആവും. അത് ചെയ്യണമല്ലോ നമ്മള്. പിന്നെ ബിഗ് ബോസ് കാണാറുണ്ട് ഇപ്പൊ. ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ. അത് ചോദിക്കാത്ത വെയിറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം എല്ലാരും അത് ചോദിക്കും. നമ്മളത് ചോദിക്കണം ഉറപ്പായിട്ട്. ഇത്തവണത്തെ സീസൺ കാണല് വളരെ കുറവ്. അത്രയ്ക്ക് മോശമാണ് ഇത്തവണത്തെ. അതല്ല എനിക്ക് അറിയില്ല, കാണല് കുറവാ. പക്ഷെ കാണുന്നവരൊക്കെ അടിപൊളിയാന്ന് പറയുന്നുണ്ട്. ഇത് ഒന്നും കണ്ടില്ല എന്നാണ്. ആദ്യത്തെ കുറച്ച് കണ്ടു, ഒരു 2 വീക്ക്. 2 വീക്ക് ഇങ്ങനെ വീക്കായിരുന്നു. 2 വീക്കോ? 2 വീക്ക് ഭയങ്കര ബഹളമായിരുന്നു. ആരിലോട്ട് ഫോക്കസ് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തൊരു അതുകൊണ്ട് നിർത്തിയതാണോ? സ്പ്രെഡ് ആയിരുന്നു. അല്ല അത് കഴിഞ്ഞ് നമുക്ക് കണ്ടിന്യൂഷൻ കിട്ടാതെ വന്നാൽ ഇത് പ്രശ്നമാണല്ലോ. ടാഗ്ലൈൻ കിട്ടി. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇതേ ഉള്ളൂ, ഈ വീക്കെൻഡിൽ ലാലേട്ടൻ വരുന്ന എപ്പിസോഡ്സ് എടുത്തിങ്ങനെ കാണാറുണ്ട്. ഈ തീരുവാണ് അല്ല ഫിനാലേക്ക് പോകണ്ടേ? അളിയാ ഇവിടുന്ന് ശ്രദ്ധിച്ചോ, ടാഗ്ലൈൻ എഴുതുന്ന ആളാ. വളരെ ഈ സീസൺ വളരെ മോശം, വളരെ മോശമാണ്. പ്രൊപ്പോസ് ചെയ്യുമ്പോൾ നമ്മുടെ സിനിമയുടെ കാര്യങ്ങളൊന്നും പറയണോ? ഉറപ്പല്ലേ? അല്ല അതിന്റെ ഇടയ്ക്ക് പറയാൻ പറ്റുമോ അറിയില്ല. എന്തെങ്കിലും ഒച്ചപ്പാടുണ്ടാക്കിയിട്ടാണെങ്കിൽ പറഞ്ഞു എവിടെ അതിന്റെ എല്ലാ ഫിനാലേക്കും ഞങ്ങൾ ഉണ്ടല്ലോ. അതെ നിങ്ങളാണല്ലോ പെർഫോമൻസ് ഞങ്ങളാ. ആര് വിൻ ചെയ്യുമായിരിക്കും അറിയില്ല. ഈ സീസൺ സംഭവം എന്നറിയോ, ഞാൻ നേരത്തെ തൊട്ടുമുന്നേ പറഞ്ഞു, അതായത് ഒരാളിലോട്ട് ഫോക്കസ് ആയിട്ടില്ല എന്ന് തോന്നുന്നു ഇതുവരെ അല്ലേ. അതായത് ഇപ്പൊ ആരുടെയും പോയിട്ട് ഈ സീസൺ കാണാറുണ്ട്, ആരെ ഇഷ്ടം, അത് ഇന്നാള് അല്ലെങ്കിൽ 2 പേര് പേരൊക്കെ പറയണം. എനിക്ക് അനീഷിനെ ഇഷ്ടമാണ്, അനുവിന് ഇഷ്ടമാണ്, പിന്നെ അല്ലെങ്കിൽ എനിക്ക് അക്ബറിനെ ഇഷ്ടമാണ്, ഷാനവാസിനെ ഇഷ്ടമാണ്, നബിനെ ഇഷ്ടമാണ്. അങ്ങനെ സ്പ്രെഡായി കിടക്കുന്നതുകൊണ്ട് ഈ സീസണിലെ ഫിനാലെ ഭയങ്കര ത്രില്ലിംഗ് ആയിരിക്കും. കാര്യം ആര് ജയിക്കുമെന്ന് അറിയില്ല. മറ്റേ നമുക്കറിയാം ആരാ വിന്നർ, അയാള് പിന്നെ സെക്കൻഡ് ആരെന്ന് വെച്ചാൽ ഇതല്ല. ആരാ വിന്നർ ആവുന്ന ഒരു പിടിയില്ലാത്ത പരിപാടിയായിരിക്കും. എനിക്ക് ആസ് എ ബിഗ് ബോസ് അഡിക്റ്റ് ഞാൻ എല്ലാ സീസണും എല്ലാ എപ്പിസോഡും കാണുന്നതാണ്. എനിക്ക് അതിൻ്റെ അകത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അഖിൽ പറഞ്ഞത് കറക്റ്റാണ്. കാരണം ഈ സീസണിന്റെ പ്രത്യേകത എനിക്കൊന്ന് അവര് കുറച്ചുകൂടെ പുട്ട് ഫോർവേഡ് ചെയ്യാൻ നോക്കിയതാണ്. അതായത് ഈ വീക്കെൻഡ് എപ്പിസോഡുകൾ അല്ലെങ്കിൽ നമ്മുടെ ഫിനാലെ, ഇതിലെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാരായിരുന്നു ഇത്രയും പൊക്കോണ്ടിരുന്നത്. അപ്പൊ അതിലുള്ള ഹുക്കിംഗ് അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റ് ബിഗ് ബോസിൽ ഇല്ലായിരുന്നു. ഈ കൊല്ലം അവർ മാറ്റി പിടിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ കൊല്ലത്തെ എല്ലാ എവിക്ഷൻ എടുത്ത് നോക്കിയാലും അറിയാം നമ്മൾ ഞെട്ടുവാണ്. ഇവരാണ് പോയത്, ഞാൻ ഇവരാണെന്ന് വിചാരിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫിനാലെ വരുമ്പോ അല്ലെ 50 ദിവസം കഴിയുമ്പോഴത്തേന് എന്തായാലും ആർമികൾ ഉണ്ടാവും, ഒരാൾ എന്തായാലും ജയിക്കുമെന്ന് അറിയാണ്ട് അയാളെ അവസാനം ജയിക്കുള്ളൂ. അങ്ങനത്തെ സീനിലെ പോക്കുണ്ടായിരുന്നു. ഇത് ഈ ഫിനാലെയും ഭയങ്കര ത്രില്ലിംഗ് ആക്കണം. ഇപ്പൊ ലാലേട്ടൻ സ്കോർ ചെയ്യുന്നത്. അതെ പരിപാടി ലാലേട്ടൻ അവസാനം കൈ പൊക്കുമ്പോഴേ ആൾക്കാർ വിചാരിക്കാവുള്ളൂ എന്നുള്ള ഒരു രീതിയിൽ അവർ ഭയങ്കരമായിട്ട് പുട്ട് ഫോർവേഡ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് ആസ് എ പ്രേക്ഷകൻ കണ്ടപ്പോൾ തോന്നി. അതുപോലെ തന്നെ അവർ ആ ഏരിയയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണോ എന്നറിയില്ല, ഈ ആൾക്കാരുടെ പെർഫോമൻസിന് അത് ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ടെന്ന് എനിക്കൊരു പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാ സീസണും കാണുമായിരുന്നല്ലേ? ഞാൻ ഫസ്റ്റ് സീസൺ പോലെ ഞങ്ങൾക്ക് ഒരു ടീമും ഒക്കെ ഉണ്ട്, നമ്മൾ അനാലിസിസും പരിപാടിയൊക്കെ ആയിട്ട് 9 മണി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര അഡിക്റ്റ് ആണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് അല്ല എനിക്ക് അതുകൊണ്ട് പേഴ്സണലി തോന്നിയ ഒരു കാര്യമാണ്. കാരണം അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ഈ വീക്കെൻഡ് എപ്പിസോഡിലേക്ക് മാത്രം ചുരുങ്ങിപ്പോയി.
ഞങ്ങളുടെ കൂടെ ടീം. അതെ അതെ. കാരണം സാധാരണ ഇപ്പൊ ഈ വീക്കെൻഡ് എപ്പിസോഡ് പ്രഡിക്റ്റബിൾ ആയിരുന്നു. അതെ അതെ. അതായത് ഈ ആഴ്ച വന്നിട്ട് ലാലേട്ടൻ ഇങ്ങനെ ചോദിക്കും, ലാലേട്ടൻ ഇന്നത് പറയും, ഇങ്ങനെ പറയും, മോനെ ഇനിയിപ്പോ അങ്ങനെ ചേരുന്ന മോനെ കഴിഞ്ഞു. അതല്ല, ഇത് നമ്മൾ ഇതുവരെ കാണാത്തൊരു ലാലേട്ടൻ ഇത്തവണത്തെ സാറ്റർഡേ സൺഡേ നമ്മൾ കാണുന്നത്, വേറൊരു ലാലേട്ടൻ. അതാണ് ഈ ഓൺലൈൻ മീഡിയയിലേക്ക് ഇങ്ങനെ വരുന്നത്. ഈ സീസൺ ലാലേട്ടൻ തൂക്കി. ഈ സീസണിന്റെ വിന്നർ ആരാന്ന് ചോദിച്ചപ്പോ ലാലേട്ടൻ. ഈ സീസണിന്റെ വിന്നർ ആരാ? അത് ലാലേട്ടൻ. അതായത് കണ്ടസ്റ്റൻസിന്റെ പെർഫോമൻസിനേക്കാൾ വീക്കെൻഡ് വരുന്ന ലാലേട്ടന്റെ പെർഫോമൻസ് കാത്തിരിക്കാന്നൊരു പരിപാടി. നോർമലി കാത്തിരിക്കാറുണ്ട്, പക്ഷെ ഇത് അതല്ല. ആ എപ്പിസോഡ്, ആ ദിവസം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബിഗ് ബോസ് അഡിക്ഷൻ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഒരു സാധനം മിസ് ആയി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ കണക്ഷൻ വിട്ടുപോകും. അപ്പൊ അതുകൊണ്ടാണ് എല്ലാവരും രാവിലെ മുതൽ ഇരുന്ന് ലൈവ് ഒക്കെ കാണുന്നത്, കാരണം ഈ കണ്ടന്റ് കണക്ട് ചെയ്യാൻ. ഈ പ്രാവശ്യത്തിൽ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ വീക്കെൻഡ് എപ്പിസോഡ് കണ്ടാൽ മതി, ആഴ്ചയിലെല്ലാം മനസ്സിലാവും. പിന്നെ ഈ വീക്ക് ഡേയ്സിലുള്ള എപ്പിസോഡുകളുടെ എൻഗേജിംഗ് ഫാക്ടർ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയി. നമ്മളൊക്കെ ചുമ്മാ ഫോണൊക്കെ പിടിച്ചോണ്ടിരുന്ന് കണ്ടാലും എപ്പിസോഡിൽ പ്രത്യേകിച്ച് ഒന്നും നടക്കുന്നില്ല. ലാലേട്ടൻ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ അത് കാണാന്നുള്ള രീതിയിൽ ആൾക്കാർ ഭയങ്കരമായിട്ട് വീക്കെൻഡ് എപ്പിസോഡ് മാത്രം കണ്ട് ഗെയിം മനസ്സിലാക്കുന്ന ഒരു പരിപാടിയിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ ഇപ്പൊ എന്നെ കാണുമ്പോഴൊക്കെ ഓരോരുത്തർ ഈ സീസൺ കാണണം, ഞാൻ ഫുള്ള് കാണില്ല, ഇങ്ങനെ ലാലേട്ടൻ വരുമ്പോൾ കാണും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറയുന്നത് നിങ്ങളുടെ സീസണിലൊക്കെ ഉണ്ടായിരുന്ന ഈ കുറെ എന്റർടൈൻമെന്റ് പരിപാടി, അതായത് വഴക്കുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും ടാസ്ക് തരുമ്പോൾ അത് എന്റർടൈൻമെന്റ് ഉണ്ടാക്കേണ്ടതാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഭയങ്കര ക്രിയേറ്റീവ് ആയിരുന്നു. അതൊന്നും ഇപ്പൊ ഇല്ല. എന്ത് ടാസ്ക് കൊടുത്താലും അവര് എന്റർടൈൻമെന്റ് ചെയ്യേണ്ടത് പോലും മോശമാക്കും, ബഹളമാക്കുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഓരോ സീസൺ കഴിഞ്ഞ് വരുമ്പോഴേ ഈ വരുന്നവർക്ക് ഞാൻ അവിടെ എന്തെങ്കിലും ബഹളം ഉണ്ടാക്കിയാലേ അല്ലെങ്കിൽ വഴക്കുണ്ടാക്കിയാലേ ഒരു സീൻ ക്രിയേറ്റ് ചെയ്താലേ ഞാൻ മുന്നോട്ട് പോകുന്നൊരു ഭയങ്കര മോശം ചിന്ത തോന്നൽ, അത് തെറ്റാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാൻ കുറെ ഇതൊക്കെ വായിക്കുമ്പം ഈ സാബുമാൻ, അവൻ ഇത്രയും ദിവസം അവിടെ എങ്ങനെ അവൻ വഴക്കുണ്ടാക്കുന്നൊന്നും കണ്ടിട്ടില്ല, അവനൊന്നും ചെയ്ത് കണ്ടിട്ടില്ല. എന്നിട്ട് അവൻ നിന്നു. ആൾക്കാർക്ക് ഓരോ സീസണിലും ഇഷ്ടം മാറി മാറി വരും. ചിലപ്പം ചില സീസണിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആളായിരിക്കും ഇഷ്ടം, അത് അടുത്ത സീസണിൽ മാറും. ഇപ്പം ചിലർക്ക് എപ്പോഴും ഫയർ ചെയ്ത് മറ്റേ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഹീറോ പരിപാടി കാണിക്കുന്ന ആളിനായിരിക്കും ഇഷ്ടം, അടുത്ത സീസണിൽ അതും മാറും. ഇത് മാറിക്കൊണ്ടേയിരിക്കും. ജനം അൺപ്രഡിക്റ്റബിൾ ആണ്. അല്ല, അത് ഇതാണ്, അതായത് ഈ പറയുന്ന പോലെ ഈ സീസണിൽ ഉണ്ടായ ഏറ്റവും വലിയ ഡൗൺഫോൾ എനിക്ക് തോന്നിയത് അതാണ്. അതായത് എല്ലാരും ഈ പറയുന്ന പോലെ ഞാനൊരു NSS ക്യാമ്പിന് വന്ന പ്രതീതി, ഇത് കഴിഞ്ഞിട്ട് എങ്ങനെയും വീട്ടിൽ അതായത് അല്ലാതെ കഴിഞ്ഞ സീസണിലൊക്കെ ഞാനൊരു എന്റർടൈൻമെന്റ് പരിപാടിക്ക് വന്നാണ്, എന്നെ ആൾക്കാർ കാണുന്നുണ്ട്, അവർ എന്റർടൈൻഡ് ആവണം, എന്നാലേ ഷോ മുന്നോട്ട് പോകുന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ എല്ലാത്തിലും വന്നത്. ഇതിലങ്ങനെയല്ല, ഇതിൽ കണ്ടോണ്ടിരിക്കുന്നവരൊക്കെ കണ്ടോണ്ടിരുന്നത്. ഞാനിവിടെ ക്യാമ്പിന് വന്നതാണ്, എന്റെ ക്യാമ്പ് ഇങ്ങനെയാണ്, ഞാൻ ഈ ക്യാമ്പിൽ ഇങ്ങനെ നിൽക്കുള്ളൂ, അവർക്ക് അവരെന്തുള്ള വിചാരിച്ചോളാന്നുള്ള രീതിയിൽ ക്യാമ്പിൽ വന്നാലും ചൂലെടുക്കും തൂത്തോണ്ടുള്ളൊരു പരിപാടിയില്ല. അപ്പൊ അത് അങ്ങനെ ഒരു എങ്ങനെയാണ് ഈ പരിപാടി കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി പൈസ മേടിച്ചോണ്ട് പോവാന്നുള്ള ഒരു ഭയങ്കരമായിട്ട് ഞങ്ങളുടെ മീറ്ററിലേ നിൽക്കുകയുള്ളൂ, നിങ്ങൾ എന്റർടൈൻഡ് ആവുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങൾ നോക്കിയോ എന്നുള്ളൊരു സാധനത്തിലാണ് ഇപ്പോഴത്തെ കണ്ടസ്റ്റൻസ് വന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അത് മൊത്തത്തിൽ എനിക്ക് ഷോ ക്രിയേറ്റേഴ്സിന്റെ അടുത്തൊക്കെ ഉള്ള ഒരു ചോദ്യം അതാണ്. കാരണം അവരങ്ങനെ വിചാരിച്ച ഒരിക്കലും ഔട്ട് അങ്ങനെ പറഞ്ഞൊന്നുമില്ലല്ലോ, ഇവരെല്ലാം എഡിറ്റ് ചെയ്താക്കുന്നത്. ഇപ്പൊ രണ്ടുപേരുടെ ഇടയിലും എവിടെയോ ഒന്ന് അവർ വിചാരിച്ച സാധനം പാളിയിട്ടുണ്ട്. അത് ഓഡീഷൻ മുതൽ എഡിറ്റ് മുതൽ എല്ലാ ഈ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നതിലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം 7ന്റെ പണി എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. അപ്പം നമ്മള് പ്രത്യേകിച്ച് ആദ്യത്തെ 2 ആഴ്ച ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമ്മൾ അതിന്റെ ഒരു മിസ്ഫിറ്റ് ഭയങ്കരമായിട്ട്. അല്ല, നമ്മള് ലൈവ് കാണുമ്പോൾ നമുക്ക് തന്നെ ബോറടിച്ചിട്ട് ഒന്നുമില്ല, ചുമ്മാ മൂലം ഇരിക്കുന്ന സംസാരം ഒന്നും സത്യം. അതിലും എക്സൈറ്റ്മെന്റ് വീട്ടിലുണ്ടാവും. വെറുതെ ടി വി വെച്ചോണ്ടിരിക്കണം, നമുക്ക് ഭ്രാന്ത് പിടിക്കും. അത് കറക്റ്റാ പറഞ്ഞത്. പക്ഷെ ഭയങ്കര വാച്ചിങ് കേട്ടോ. എനിക്ക് ഒരുപാട് പേര് അറിയാം. അതായത് തിരക്കുള്ള സിനിമാക്കാർ മുതൽ തിരക്കുള്ള പല മേഖലയിലും വളരെ തിരക്കുള്ള ആൾക്കാർ വരെ ഭയങ്കരമായിട്ട് അഡിക്റ്റഡ് ആയിട്ട് ബിഗ് ബോസ് കാണുന്ന. ഇവിടെ ഏറ്റവും കൂടുതൽ സിനിമയുടെ ഒരു പ്രൊഡ്യൂസർ 9 മണി കഴിഞ്ഞാൽ ഫോൺ ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞേക്കണം. 9 മണി കഴിഞ്ഞാൽ പുള്ളി ഫോൺ എടുക്കില്ല, ഇത് കഴിയണവരെ. എനിക്ക് ലൈഫിൽ വലിയൊരു എക്സൈറ്റ്മെന്റ് പറയാനുണ്ടായിരുന്നു. അതായത് എനിക്കിപ്പോ ഞാനത് ഈ ചർച്ച ആയതുകൊണ്ട് പറയണം, എനിക്കൊരു തമിഴ് പടം വന്നിട്ടുണ്ട്, വിജയ് സേതുപതിയുടെ കൂടെയാണ് അഭിനയിക്കുന്നത്. അത് അതിനെപ്പറ്റി ഒന്നും പറയാനായിട്ടില്ല, പടം ഷൂട്ട് നടക്കുന്നുള്ളൂ. അപ്പൊ ഞങ്ങൾ ഈ ഷൂട്ടിന്റെ പുള്ളിയുടെ കൂടെയുള്ള ഒരു ത്രൂ ഔട്ട് ക്യാരക്ടറാണ്. അപ്പൊ നമ്മൾ ഈ പുള്ളിയാണല്ലോ അവിടുത്തെ. അപ്പൊ പുള്ളിയുടെ അടുത്ത് എനിക്ക് ഇതിനെപ്പറ്റി പേഴ്സണലി കുറെ സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൽ നിന്നാണ് ഞാൻ ഈ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയത്. അച്ഛൻ ആങ്കർ അവരെന്തൊക്കെയാണ് വെച്ച് പുലർത്തേണ്ടത്, അവരെന്തൊക്കെയാണ് പരിപാടി പിടിക്കുന്നത് എന്നുള്ള എന്റെ സംശയം ഡയറക്റ്റ് ബിഗ് ബോസിന് തൊട്ട് താഴെ നിൽക്കുന്ന ആൾക്ക് ചോദിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളി പറയുമ്പോഴാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു കൺസ്ട്രക്ഷൻ എന്നുള്ളൊരു
സാധനം മനസ്സിലാക്കുകയും അതിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ ഒരു സാധനം മനസ്സിലാക്കിയത്. അതുകൊണ്ടായിരിക്കും ഇത് ഇങ്ങനെ ഒരു പരിപാടി വന്നേ എന്നുള്ള ഒരു പരിപാടി ഉണ്ട്. അപ്പൊ അവിടെ ആങ്കർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഇത് ഇങ്ങനെ പരിപാടി പോകുന്നത്, അതുകൊണ്ട് തന്നെയാണ് ഈ ലാലേട്ടൻ എന്തുകൊണ്ടാണ് കയറി പോകുന്നതും എപ്പിസോഡ് എന്തുകൊണ്ടാണ് താഴെ വരുന്നതെന്നും ഒക്കെ ഉള്ള ഒരു തോന്നൽ എനിക്ക് അങ്ങനെ ഉണ്ടായതാണ്. അപ്പൊ അത് ശരിക്കും അങ്ങനെ ഉണ്ടാവേണ്ടതാണ്. പ്രത്യേകിച്ച് അവിടെ കമലഹാസൻ സാർ മാറിയിട്ടാണ് പുള്ളി വരുന്നത്. അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ അത് ഭയങ്കര ഒരു ഇതായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം എപ്പോഴും നമ്മൾ ഉറ്റുനോക്കുന്ന ഷോ തന്നെയാണ്. തൂക്കിയത് ലാലേട്ടൻ തന്നെയാണ് കേട്ടോ. കഴിഞ്ഞ എപ്പിസോഡിൽ എങ്കില് നീ എന്നോട് പറയുന്നത് വൈറലായി. അതാ ലാലേട്ടൻ അവതരിപ്പിക്കുന്ന സ്റ്റൈല് തന്നെ ഉണ്ടല്ലോ. പറഞ്ഞ പോലെ തന്നെ അവരുടെ പ്രണയത്തിന്റെ കാര്യത്തിൽ ലാലേട്ടൻ വന്നപ്പോഴേ അങ്ങനെ എല്ലാം കൊണ്ടും അതവിടെ തൂക്കുന്നു. നിധിയും ഭൂതവും നമ്മള് 14-ാം തീയതി നമുക്ക് തൂക്കണം. എന്നിട്ട് നമുക്ക് കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ യാത്ര ചെയ്യാം. ഈ കഥകളൊക്കെ ആയിട്ട് ഒത്തിരി സന്തോഷം. നമ്മൾ കുറേ സംസാരിച്ചു അല്ലെ. ഒരു വിശപ്പിന്റെ ഒരു വിളി മാത്രമേ അവിടെ അല്ലേ, വിശപ്പിന്റെ വിളി. ബാക്കിയല്ല ഓക്കെ അല്ലേ? മോർണിംഗ് കഴിച്ചില്ല, ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഒന്നും കഴിച്ചില്ല. ആരെയും വിളിച്ച ആ സമയത്ത് പൈസ ഇട്ട് കൊടുത്തോ? ഞാൻ പൈസ തിരിച്ചു വരാത്തോണ്ടാണോ? അപ്പൊ നമുക്ക് പോയി കഴിക്കാം. ഒത്തിരി സന്തോഷം. മറക്കണ്ട, ഫെബ്രുവരി 14-ാം തീയതി നിധിയും ഭൂതവും തിയേറ്ററിൽ വന്ന് ആ നിധിയെ എടുക്കാൻ നിങ്ങൾ നോക്കുക. ഭൂതം തടഞ്ഞാലും നിങ്ങൾ എടുത്തുകൊണ്ട് പോവാം. നമുക്ക് കാണാം. ഒത്തിരി സന്തോഷം. താങ്ക് യു.